നിങ്ങൾ സ്വന്തം ബോഡി വെയിറ്റ് കൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് കാലിസ്തനിക്സ്. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്ന പുഷ് വർക്കൗട്ടാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഹലോ എവരിവൺ, സോ വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് നിപുൺ ബ്രോ ആണ്. ഇപ്പോൾ നിപുൺ ബ്രോ ഇപ്പം കുറേ നമ്മൾ വ്ളോഗ് ചെയ്യാൻ വിചാരിക്കുന്നത് കുറേ നാളായി. ട്രെയിനിങ് ഇൻഫ്ലുവൻസസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച ഒരാളായിരുന്നു നിപുൺ ബ്രോ. താങ്ക് യു. പെട്ടെന്ന് രണ്ടാഴ്ച മുന്നേ എനിക്ക് തോന്നി ഒന്ന് സെറ്റ് ചെയ്യാം, നീട്ടി വെക്കേണ്ട ഇതിൽ കോൾ ചെയ്തു. ഓക്കെ, സെക്കൻഡ് വീക്ക് ഓക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഡോണേജിന്റെ എല്ലാ സാറ്റർഡേ നടക്കുന്ന പ്രോഗ്രാം ഉണ്ടാവുന്നുണ്ട്, ഡോണേജ് ക്ലബിന്റെ. അപ്പോൾ അതും ചെയ്യാന്ന് വിചാരിച്ചാണ് വന്നത്. ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് കാരണം തലേദിവസം പുള്ളി കിടന്ന് ഉറങ്ങി താമസിച്ചു. അത് കാരണം എണ്ണിക്കാൻ രാവിലെ പറ്റിയില്ല. ഉറക്കമില്ലാതെ പുള്ളി വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞ ഉറങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇവിടെ നിൽക്കുന്നത്. ഇപ്പം എന്നാലും കുഴപ്പമില്ല, നമ്മൾ വ്ളോഗ് മിസ് ചെയ്തില്ല. നമ്മൾ കറക്റ്റ് ടൈം തന്നെ വന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്ന പുഷ് വർക്കൗട്ടാണ്. പുഷ് വർക്കൗട്ട് പറഞ്ഞാൽ നോർമൽ നമ്മൾ ചെയ്യണ വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല, ഇതുവരെ ഞാൻ ചെയ്തിരുന്നത് വെയിറ്റ് ട്രെയിനിങ് ആയിരുന്നു മെയിൻ ഫോക്കസ്. ബോഡി ബിൽഡിംഗ് ടൈപ്പ് വാംപ് ചെയ്യും. പിന്നെ ചെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ പോയി കണ്ട് നമ്മൾ അപ്പർ ചെസ്റ്റ് ഫോക്കസ് ചെയ്താണ്ട് വെയിറ്റ് ട്രെയിനിങ് മാത്രമേ. കാലിസ്തനിക്സ് അധികം ട്രെയിൻ ചെയ്യലില്ല. കാലിസ്തനിക്സ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം ചെറുപ്പം മുതലേ നമ്മൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഹോം വർക്കൗട്ട് 3 years ചെയ്തിട്ട് പിന്നെയാണ് ജിമ്മിക്ക് സ്വിച്ച് ചെയ്തത്. അപ്പോൾ ബേസിക്കലി യു സ്റ്റാർട്ടഡ് വിത്ത് കാലിസ്തനിക്സ്. സ്റ്റാർട്ടിങ് അറിയാതെയോ അതാ ചെയ്തതാണ്. കാലിസ്തനിക്സിൽ ഉണ്ടായ ബോഡിയാണ് നിങ്ങൾ ജിമ്മിന്റെ ഫസ്റ്റ് പിക്ക്. അതായത് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തപ്പെട്ടൊരു ഫോട്ടോ ഉണ്ട്. അതിൽ ഓൾറെഡി ഷോൾഡേഴ്സ്, ആപ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വരാൻ കാരണം വെറുതെ വന്നല്ല, ഇതേപോലെ കാലിസ്തനിക്സ് വർക്കൗട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വന്നതാണ്. ആ ഒരു താല്പര്യം, ആ ഒരു പാഷൻ എനിക്ക് കാലിസ്തനിക്സിനോട് അപ്പോഴും ഉണ്ടായിരുന്നു. അത് ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വെയിറ്റ് ട്രെയിനിൻ്റെ കൂടെ കാലിസ്തനിക്സ് കൂടി കൂട്ടിയിട്ട് ട്രെയിനിങ് പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെങ്ങനെ ചെയ്യാനുള്ള കാര്യം പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യണ്ടാവല്ലേ? ബേസിക്കലി ഇപ്പം ഈ കാണുന്ന ആൾക്കാർ കാലിസ്തനിക്സ് എന്താണെന്ന് അറിയാമോ? അവർക്ക് അറിയത്തില്ലെങ്കിൽ ഇറ്റ്സ് ബേസിക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ സ്വന്തം ബോഡി വെയിറ്റ് കൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് കാലിസ്തനിക്സ്. ഇപ്പം നമ്മളെല്ലാവരും പല സമയങ്ങളിലും ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. പല ആൾക്കാരും വീട്ടിൽ കിടന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും പുഷപ്സോ അല്ലെങ്കിൽ പുള്ളപ്സോ എവിടെയും വലിഞ്ഞു കയറുകയൊക്കെ ആയിരുന്നു. അതെല്ലാം കാലിസ്തനിക്സ് അണ്ടർ ചെയ്യുന്ന സാധനം തന്നെയാണ്. ബേസിക് മൊമെന്റ്സ് ഓഫ് കാലിസ്തനിക്സ് ആണ്. അത് തന്നെയാണ്. പിന്നെ അതിന് കുറേ അഡ്വാൻസ് സ്കിൽസും അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാൻ പറ്റും. പക്ഷെ അത് ലേറ്റർ നമുക്ക് നോക്കിയാൽ മതി. പക്ഷെ നമ്മളെല്ലാവരും ഈ പറഞ്ഞ കാലിസ്തനിക്സ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും അറിയാതെങ്കിലും. സോ വെയിറ്റ് ട്രെയിനിങ് വിത്ത് കാലിസ്തനിക്സ് നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കാണാം. അപ്പോൾ കാലിസ്തനിക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമുക്ക് അധികം എക്യുപ്മെന്റ്സിന്റെ ആവശ്യമില്ല, മെഷീൻസിന്റെ ആവശ്യമില്ല. നമുക്ക് ബോഡി വെയിറ്റ് വെച്ചിട്ടും വളരെ ചുരുക്കം ബാറ്, പിന്നെ എന്താ പാലറ്റ്സ്, അപ്പൊ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും, എവിടെ വേണമെങ്കിൽ ചെയ്യാനും പറ്റും. ജിം നെസസറി അല്ല, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ അഡ്വാൻറ്റേജുകളുണ്ട്. ട്രാക്ക് തെറ്റി പോവാതെക്കാൻ വേണ്ടി നമ്മളെ എല്ലാം ഹെൽപ്പ് ചെയ്യും. യെസ്, ആൻഡ് ഇതിനകത്ത് കുറെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. വി ഡോണ്ട് നീഡ് മച്ച് എക്യുപ്മെന്റ്. സെക്കൻഡ് തിങ് ഈസ് വി ഗെറ്റ് ടു ലേൺ കൂൾ സ്കിൽസ്. കുറേ സ്കിൽസ് പഠിക്കാൻ പറ്റും. ഹാൻഡ്സ് ആൻഡ് മസിൽ, ഫ്രണ്ട് ലിവർ. ആ 4 ആൾ നോക്കുമ്പോൾ ഇവൻ എന്ത് കാണിക്കുന്നത് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സ്കിൽസ് പഠിക്കുക. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതെ, അതിന് കൂടെ സ്ട്രെങ്ത്തും നല്ല രീതിക്കുണ്ടാവും. കാലിസ്തനിക്സ് ചെയ്താൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ഇടയ്ക്ക് ആൻസർ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ടു നോ ദാറ്റ്. എന്തായാലും നമുക്ക് നല്ല വർക്കൗട്ടിക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടാവുക കാലിസ്തനിക്സ് വർക്കൗട്ട് ചെയ്യാം. കാരണം അതിനാണ് കൂടുതൽ ഇത് വേണ്ടത് നമുക്ക്. നമ്മൾ നേരെ വെയിറ്റ് ട്രെയിനിക്ക് മാറും. അപ്പോൾ എല്ലാവരും വ്ളോഗ് കണ്ടു നോക്കാം. അപ്പോൾ സ്ട്രെച്ചിങ് പറഞ്ഞാൽ നോർമലി കാണാനില്ല, നോർമൽ സ്ട്രെച്ചിങ് ചെയ്യാം. അറിഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഏത് ബോഡി പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്, അതിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് സ്ട്രെച്ചസ് ചെയ്യണം. അപ്പോൾ ഇന്ന് പുഷ് ചെയ്യുമ്പം our main focus should be to open our chest, shoulders, ആ ജോയിന്റ്സ് ഒക്കെ ഓപ്പൺ ആക്കേണ്ടത്. കൂടുതലായിട്ട് സ്ട്രെസ് വരുന്ന ആ ജോയിന്റ്സ് മെയിൻലി ഫോക്കസ് ചെയ്ത് കണ്ട് ചെയ്യാം. അതേപോലെ തന്നെ റിസ്റ്റ്, ഷോൾഡർ. ഇനിയും ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉള്ളത് ഇൻ കാലിസ്തനിക്സ്, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ഇന്ന് പുഷ് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് റിസ്റ്റും ഷോൾഡറും കഴിക്കണം ഏറ്റവും കൂടുതൽ വാംഡ് ആയിരിക്കേണ്ടത്. ബിക്കോസ് നമുക്ക് ഇഞ്ചുറി പ്രോൺ ആണ്. സോ ഇഞ്ചുറി നമുക്ക് പ്രിവെന്റ് ചെയ്യണം. റിസ്റ്റും ഷോൾഡറും വാംപ് ചെയ്യാം. സോ ജസ്റ്റ് ഒന്ന് റിസ്റ്റ് ഒന്ന് റെഡി ആവാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് മുട്ട് കുത്തി എഴുന്നിട്ട് നമ്മൾ വെയിറ്റ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ജസ്റ്റ് ഫ്രീ ആവുക, ജസ്റ്റ് കംപ്ലീറ്റ് ഫ്രീ, ഫുൾ വെയിറ്റ് കൊടുക്കുക. സോ ദാറ്റ് you're coming off from your fingertips to your fingertips. Okay. Yeah. Shift. ഈ സംഭവം ഉണ്ടല്ലോ, ഞാൻ കാലിസ്തനിക്സ് പഠിക്കാൻ വേറെ സ്ഥലത്ത് പോയി. ഞാൻ 6 AM ക്ലബ് ഉണ്ടല്ലോ, മുസ്തഫീറിന്റെ, അവിടെ പോയപ്പോൾ ആണ് ഈ ഒരു ഇമ്പോർട്ടൻസ്, അതായത് റിസ്റ്റും ഷോൾഡറും വാംപ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്. ഫൗണ്ടേഷൻ
ആണല്ലോ അത്, ഷോൾഡറും സ്ട്രെങ്ത്തും അതിലോട് മൊത്തം ഇമക്കാണല്ലോ വരല്. അപ്പൊ നമ്മൾ അറിയാതെ കുറെ ട്രൈ ചെയ്യാൻ. അപ്പൊ ഫസ്റ്റ് എന്നോട് പറഞ്ഞത് ഈ ഒരു ഇത് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ, കാൽസ്യം ചെയ്യണമെന്ന് എന്തായാലും ഈ റിസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് കണ്ടീഷൻ ചെയ്യണം, ഷോൾഡർ കണ്ടീഷൻ ചെയ്യണം, ഇത് പെട്ടെന്ന് ഇഞ്ചറി വരും പറഞ്ഞു. ശരിയാണ്, സത്യം പറഞ്ഞു, ശരിയാ. ഇപ്പൊ ഈ സെയിം മൂവ്മെന്റ് നമ്മൾ എന്തായാലും ഈ പറഞ്ഞ മുട്ടുകുത്ത ചെയ്തത്, ഇനി സെയിം മൂവ്മെന്റ് മുട്ടുകുത്താതെ ചെയ്തേ. പെയ്യ മൂവീസ്, ഒട്ടും സ്പീഡും വേണ്ട, എവറിത്തിങ് ഷുഡ് ബി അണ്ടർ കൺട്രോൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് അത് സ്ട്രെച്ച് ചെയ്തേ. ബാക്കിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നു, ജസ്റ്റ് ഒരു പൾസ് കൊടുക്കാൻ നോക്കുക. അവിടെ വലിയുന്നു, തിരിച്ചു വരുന്നു, വലിയുന്നു, തിരിച്ചു വരുന്നു. ഫുൾ ബോഡി മൂവ് ചെയ്യണ്ട. കീപ് ദിസ് നമ്മുടെ ഹിപ്സ് മാത്രം ബാക്കോട്ട് പുഷ് ചെയ്യുക, സോ ദാറ്റ് നമ്മുടെ ബാക്കോട്ട് സ്ട്രെച്ച് ആവും. അത് തന്നെ. കൂൾ. ഇനിയും ഈ സെയിം പൊസിഷനിൽ ഒന്ന് സർക്കിൾ ചെയ്ത് നോക്കിയേ പതിയെ. അപ്പോൾ ഓരോ കയ്യിലോട് വെയിറ്റ് വരുന്നു, എൽബോ സ്ട്രൈറ്റ് ആയിരിക്കുകയും ചെയ്യണം. സർക്കിൾ ചെയ്യട്ടെ ഫുള്ളായിട്ട്. തിരിച്ചങ്ങോട്ട് വാ, ഇവിടുന്ന് ഇതിൽ പോയി ഇങ്ങനെ വാ. അത് തന്നെ. ഗുഡ് ഫോം, വെരി ഗുഡ് ഫോം. എൽബോ സ്ട്രൈറ്റ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് കുറച്ചിന് ഷോൾഡർ ഓപ്പൺ ചെയ്യാം. സോ റിസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് അനങ്ങി, ജസ്റ്റ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ വന്നു. ഇനി ഷോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കം ഇൻ ടു എ ഡൗൺവേർഡ് ഫേസിംഗ് ഡോഗ് ആൻഡ് ദെൻ പുഷ് ബാക്ക്. അതോട് പുഷ് ചെയ്തോ. അതോട് ഹീൽസ് ആയി വെച്ചു, വെരി ഗുഡ്. തരാം, അതോട് പുഷ് ചെയ്തോ, കൈ സ്ട്രൈറ്റ് ആയിരിക്കും. സൂപ്പർ. അടിപൊളിയാ. ഇനിയും ചെയ്യും. ബേസിക് അതാണ് മൂവ്മെന്റ് വരാൻ പോകുന്നത്. ഇവിടുന്ന് പുഷ് ചെയ്യുന്നു ആൻഡ് ദെൻ ഇവിടുന്ന് ഒന്ന് കോപ്പർ ചെയ്ത് പുഷ് ചെയ്തു. കാലിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചെറുതായിട്ട്. സൂപ്പർ. ആൻഡ് ദെൻ നമുക്ക് ആ ഒരു മൂവ്മെന്റ് ഇങ്ങനെ ഒഴുകി ഒഴുകി വരണം. യെസ്. സൂപ്പർ. മുന്നേ ഇതൊന്നും ചെയ്യായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ മസിൽസ് ടൈറ്റ് ആവുമല്ലോ. മസിൽസ് ടൈറ്റ് ആയിട്ട് ഇത് കിട്ടൂല, മൊബിലിറ്റി കിട്ടത്തില്ല. ഇപ്പൊ ഫസ്റ്റ് ഒക്കെ അപ്പൊ ബാർ വെച്ച് നമ്മൾ ചെയ്യുമല്ലോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബാക്ക് കൊണ്ടുപോകും, ഫ്രണ്ട് കൊണ്ടുവരും. കുറെ കാലം ചെയ്യാതെ ചെയ്തപ്പോൾ അത് കഴിയണില്ല, ടൈറ്റ് ആയിട്ട്. ആരും മസിൽ ടൈറ്റ് നമ്മൾ അടിച്ചടിച്ച് മസിൽ ടൈറ്റ് ചെയ്യാനല്ലാതെ മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഒക്കെ വളരെ പലരും പറയും വർക്കൗട്ട് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്താൽ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിൻ ചെയ്താൽ ഫ്ലെക്സിബിലിറ്റി കാണത്തില്ല എന്ന്. ഫ്ലെക്സിബിലിറ്റി കാണത്തില്ലെന്നല്ല, അതിൽ ഈ പറഞ്ഞ പോലെ മസിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി ഇസ് വൺ കോമ്പോണന്റ്. ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു എലമെന്റ് തന്നെയാണ്. അത് അതിനുവേണ്ടി ട്രെയിൻ ചെയ്യണം, അപ്പോൾ ഈ സാധനം കിട്ടും. അത് ചെയ്യില്ല, കൂടുതൽ പേരും ചെയ്യില്ല. പക്ഷെ ഇപ്പം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മനസ്സിലാവും. ഫ്ലെക്സിബിലിറ്റിയും ഇതും മസിൽസും എത്ര പേരുണ്ട്. രണ്ട് എലമെന്റ് ആണെന്ന് മനസ്സിലാക്കി അതുപോലെ ട്രെയിൻ ചെയ്തു, അപ്പോൾ രണ്ട് റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒന്നുണ്ട് മറ്റേ ഇല്ലാന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കാരണം മറ്റേ ഇല്ലാന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യും. അത് ചെയ്യരുത്. ഒന്ന് ഷോൾഡർ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ കെറ്റിൽ ബെൽ ഇങ്ങനെ പിടിക്കാൻ നോക്കി, ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പുഷ് ചെയ്യാൻ മേലോട്ട്. ദെൻ ഇത് ഇങ്ങനെ അനങ്ങല്ല, അതാണ് മെയിൻ ഉദ്ദേശം. ഓക്കെ, ഇനി പുഷ് ചെയ്യാൻ നോക്കിയേ. സൂപ്പർ. ഒരു ഫ്യൂ റെപ്സ് ചെയ്യുക. ചെറിയൊരു വോബ്ലിംഗ് വരുന്നുണ്ട്, സ്റ്റഡി ആയിരിക്കണം. അത് ഈ സാധനം പോലെ കട്ടോടെ നിൽക്കണം, അനങ്ങുകയും ചെയ്യരുത്. സൂപ്പർ. ഈ മറ്റേ ഷിഫ്റ്റ് ചെയ്ത് നോക്കിയേ. ആദ്യം സ്റ്റെബിലൈസ് ചെയ്യേ, ആദ്യം പ്രസ് ചെയ്യാൻ നോക്കണ്ട, ഹോൾഡ് ദെയർ. അതാണ് ലൈക്ക് ഈ ഷോൾഡറിന് സ്റ്റെബിലിറ്റി കുറവാണ് ആക്ച്വലി, അതിനിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. Okay, this might be because of your rotator cuff knee weakness.
അപ്പോൾ അത് ഇന്റേർണലി യു ഹാവ് ടു സ്പെസിഫിക്കലി ട്രെയിൻ ഈച്ച് മസിൽസ്. ഈ ലെവലിൽ ഈ ലെവൽ മാത്രമല്ല, ലൈക്ക് ഈ പറഞ്ഞ റെയറും എല്ലാ മൂവ്മെന്റ്സും ചെയ്യണം. യാ ഓക്കെ, കം ഡൗൺ. ഇവിടെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ എപ്പോഴും? എൻ്റെ ഈ ഷോൾഡർ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഭാഗം അടിച്ചു വീണാണ്, അപ്പം ഇറങ്ങിയതാ. അതുപോലെ പണ്ട് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ ഇങ്ങനെ കാട്ടുമ്പോൾ അളക്കും, ജോയിന്റ് പുറത്തേക്ക് വരും, നമുക്കൊരു ഒരു ഡിസ്ലൊക്കേഷൻ പോലെ ഈ ബോണസ് ഒക്കെ ജോയിന്റ് മാറുമോ? നമ്മള് സംഭവം അപ്പോൾ കാണാൻ രസമാണല്ലോ, അങ്ങനെ കാണിച്ചു ഇല്ല, അത് പ്രശ്നമില്ല. ലാസ്റ്റ് സംതിങ് വിച്ച് ഐ യൂഷ്വലി ഡു, അത് ഇപ്പോൾ 6 kg കൊണ്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യാം എന്നല്ല, ഇവിടെ ഹോൾഡ് ഇങ്ങനെ ആൻഡ് ദെൻ കം ഡൗൺ ഹിയർ ആൻഡ് കം അപ്പ്. ഇത് വെയിറ്റ് കുറവാണ്, വലിയ പ്രശ്നം വരത്തില്ല. ബേസിക് ഇതും റിസ്റ്റിൻ്റെ ഈ ഒരു റീജിയനിൽ ട്രെയിൻ ചെയ്യുവാണ്. ഓക്കെ, 2 കൈയും ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ ഈസി ആണെങ്കിൽ യു ക്യാൻ സ്കെയിൽ അപ്പ് വെയിറ്റ് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട്. യാ സൂപ്പർ. ഇതിപ്പോൾ ആക്ച്വലി ടൈറ്റ് വെയിറ്റ് ഓക്കെയാണ്. ഗുഡ്. ഇത് ഫോർ ഹൈ റെപ്സ് ചെയ്താൽ മതി. അപ്പോൾ റിസ്റ്റ് അത് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് ആം റെസ്റ്റേഴ്സിനായിരിക്കും. പക്ഷേ ഫോർ മീ ഐ ഹാഡ് ഒരു റിസ്റ്റിൻ്റെ ഇഷ്യൂ, അത് സ്ട്രോങ് ആക്കാൻ വേണ്ടി ചെയ്ത് പഠിച്ചാണ് ഇത്. ഇതൊക്കെയാണ് അപ്പോൾ കണ്ടോ ഇതൊക്കെയാണ് അപ്പോൾ ഒരു 90. ഇപ്പം എത്ര വെയിറ്റ് ഉണ്ട് നിങ്ങളെ? ഇപ്പം ഞാനോ? ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് 90 എത്തി. 96 ആയിരുന്നു. 96 kg ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് പഠിക്കാം. അതെ മച്ചാ ഈ സീനാ നല്ല സീനാണ്. ഇത് വിറച്ച് മറ്റേ ഈ ആളെ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കാണാറുണ്ട്. ലൈക്ക് ദിസ് സൈഡ് ഹാസ് ടു ബി ഫോക്കസ്ഡ് മോർ. അത്യാവശ്യം വാമ്പ് കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടിൻ്റെ. അപ്പോൾ നമുക്ക് പെയ്യ വേണമെങ്കിൽ ഹാൻഡ് സ്റ്റാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. ആർ യു റെഡി? അപ്പോൾ എന്ത് അലിക്ക് ഹാൻഡ് സ്റ്റാൻഡിനെ പറ്റി അറിയാം എന്നൊന്ന് കാണിച്ചു തന്നാൽ ബാക്കി അവിടെ പറഞ്ഞു. ഓക്കെ, ഹാൻഡ് സ്റ്റാൻഡ് എന്നെ സംബന്ധിച്ച ഒരു അഡ്വാൻസ് സ്കില്ലാണല്ലേ? ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. കംപ്ലീറ്റ് ന്യൂബി ആണെങ്കിൽ അതൊരു അഡ്വാൻസ് ആണ്. പക്ഷേ ഒരു കാലിസ്റ്റനിക്സ് അത്ലീറ്റിന് അതൊരു ബിഗിനർ സ്കില്ലാണെന്ന് പറയുന്നത്. അതെ, സ്റ്റാർട്ടിങ് എന്തായാലും എല്ലാവർക്കും പുഷപ്പൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ പൈക്ക് പുഷപ്സ്, പിന്നെ ഫ്രോഗ് സ്റ്റാൻഡ്, ഹെഡ് സ്റ്റാൻഡ്, അങ്ങനെ ഗ്രാജുവലി ബാലൻസിങ് ആണെങ്കിൽ ഫ്രോഗ് സ്റ്റാൻഡ് ഗ്രാജുവലി നമുക്ക് ഈ ഹാൻഡ് സ്റ്റാൻഡിലേക്ക് എത്തിപ്പെടും. ഞാൻ ഇപ്പം നിൽക്കുന്ന ലെവൽ പറഞ്ഞാൽ വാൾ സപ്പോർട്ടഡ് ഫ്രീ ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് യു റെഡി ഷോ മീ. ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു ഫിംഗേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ജസ്റ്റ് എല്ലാവരും ഈ മടമ്പ് കുത്തുന്നതിന് പകരം ഫിംഗേഴ്സ് വെച്ചിട്ട് പ്രസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതാണ് ഞാൻ ഫസ്റ്റ് പഠിച്ചത്, ഈ ഫ്രോഗ് സ്റ്റാൻഡ്. ഓക്കെ, ഒരു 60 സെക്കൻഡ്സ് സൂപ്പർ ഞാൻ ഹോൾഡ് ചെയ്യാറുണ്ട്. സൂപ്പർ, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. വേറെ മിസ്സിംഗ് ഔട്ട് ഇപ്പം മിസ്സിംഗ് ആണത്. എനിക്ക് കിക്ക് ചെയ്താണ് നമ്മൾ എത്തുമല്ലോ, അത് കഴിയില്ല, അത് പറ്റത്തില്ല. ഇല്ല, ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് അവിടെ പുഷ് ചെയ്യാൻ പറ്റും. സ്ട്രെങ്ത് ഉണ്ട്, ബാലൻസ് ഇല്ല. ആ സ്കില്ല് നമുക്കത് പഠിച്ച് അത് റിഫൈൻ ചെയ്യുന്നത്. കൂൾ. ഇപ്പൊ വോളിൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, റാൻഡംലി ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കാണിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന്. ഹാൻഡ് സ്റ്റാൻഡ് നമുക്ക് കിക്ക് ചെയ്ത് എൻ്റർ ചെയ്യാൻ നോക്കാൻ പറ്റുമോ? കിക്ക് രണ്ട് ഇത് ഞാൻ പോയി അപ്പുറത്ത് വീഴുന്ന പേടിയാണോ? അതായത് ഷുവർ, അതായത് കിക്ക് ഞാൻ കൈ വെച്ചേക്കാം. എനിക്ക് കുറവാണ്. അതായത് ഇപ്പം ഓക്കെ, ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, ചൂടെ മതി, ഇറങ്ങാം. കുറച്ച് കറക്ഷൻസ് പറയാം. കിക്ക് ഞാൻ സ്ട്രെങ്ത് ഇല്ല, അതായത് കിക്ക് ഞാൻ ശീലിച്ചില്ല. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ശീലിച്ചത് ഇവിടെ ഇപ്പം ആര്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാൻഡ്സിനോട് എങ്ങനെ എൻട്രി ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അത് ആദ്യം വൃത്തിയാക്കാം. ബട്ട് ബിഫോർ ദാറ്റ് ബോളിലൊന്ന് കാണ്ട് ചെയ്യാൻ ജസ്റ്റ് അലൈൻമെന്റ് ശരിയാന്ന് നോക്കാൻ വേണ്ടി ആൻഡ് ദെൻ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കാം. ഒരു മിനിറ്റ്, ഇറങ്ങി അത് വേണ്ട. സോ ബോൾ ചെയ്യുമ്പോഴും കിക്ക് അപ്പ്. അപ്പോൾ കൈ മാത്രം കുത്താവും, തല കുത്തല്ല. നൗ കിക്ക് അപ്പ്. ഒരു കാല് ബാക്കി വെക്കുക ആൻഡ് അപ്പ്. യെസ്, അപ്പ്. സൂപ്പർ. ഇവിടെ ഞാൻ മുമ്പ് കണ്ട മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇറങ്ങി
ബാലൻസ് നമുക്ക് പിന്നെ നോക്കാം, അത് കിക്കിങ് മാത്രം നോക്കാം. ഇറങ്ങിയോ? ഓക്കെ, ഇറ്റ് വാസ് ഫൈൻ. പക്ഷേ എന്തോ ഒരു പേടി മനസ്സിലുള്ളവരെ എനിക്ക് തോന്നുന്നുണ്ട്, എന്തോ കൺഫ്യൂഷൻ, ഞാൻ ചെയ്ത വരുമോ വരാതിരിക്കുമോ എന്ന്. അപ്പം അത് ഫ്രീ ആക്കുക മൈൻഡ്. ഇവിടെ എന്തായാലും ബോളുണ്ട്, ഒന്നും പറ്റാൻ പോകുന്നില്ല. നെക്സ്റ്റ് തിങ്, കൈ കുത്തിക്കഴിഞ്ഞാൽ കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം, ഒരു ഇച്ചിരി പോലും ബെൻഡ് കാണല്ലേ. ഇപ്പോൾ അനിയുടെ കൈ ഇച്ചിരി ബെൻഡ് ഉണ്ടായിരുന്നു, ആ ബെൻഡ് ഉണ്ടെങ്കിൽ വി ആർ യൂസിങ് മോർ ഓഫ് അവർ ഷോൾഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രൈസെപ്സ് ഒക്കെ പിടിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ്. അത് വേണ്ട. സോ ലെറ്റ്സ് ലോക്ക് അവർ എൽബോസ് ഔട്ട് സോ ദാറ്റ് ഇത് ഫുൾ സ്റ്റാക്ഡ് ആണ്. ജസ്റ്റ് നമുക്ക് ഇത് മാത്രം അവിടെ സ്റ്റാക്ഡ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് മേലോട്ട് പോയി അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിടിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ അത് മാറ്റാം. സോ അതുകൊണ്ട് കൈ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തുക. ആൻഡ് ദെൻ ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ ഫ്രണ്ട് വെക്കുക, ഒരു കാര്യം ബാക്കി വെക്കുക, ഇഷ്ടമുള്ള പോലെ ആവാം. ആൻഡ് ഈ കാല് ബാക്കി വെച്ചേക്കുന്ന കാല് സ്വിങ് ചെയ്യണം. ആൻഡ് ദെൻ ജംപ് ഫ്രം യുവർ ദിസ് ലെഗ്. എൻ്റെ കൈ മടങ്ങിയിട്ടില്ല. വാവ്, അടിപൊളി, സൂപ്പർ. ഇറങ്ങിക്കോ, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാം. റെസ്റ്റ് എടുത്തിട്ട് യെസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒന്ന് പറഞ്ഞിട്ട് ചെയ്തേ. അപ്പോൾ കൈ ബെൻഡ് ആവരുത്, കൈ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. കിക്ക് ചെയ്യുമ്പോൾ ആദ്യം ഇത് സ്വിങ് ചെയ്തിട്ട് പിന്നെ ഇത് കിക്ക് ചെയ്യാം. ഇത് സ്വിങ് ചെയ്യുക മാക്സിമം. ദിസ് വിൽ ടേക്ക് യു അപ്പ്. ഓക്കെ, ആ സ്വിങ്ങാണ് മേളിൽ കൊണ്ടുപോകാൻ പോകുന്നത്. ബാ, wow, see? ഇപ്പോൾ ഫോഴ്സ് ഇച്ച് കൂടി. Now you understood that. ഇനി കം ഡൗൺ. ബാലൻസ് നോക്കണ്ട, നമുക്ക് ബാലൻസ് പിന്നെ നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ദിസ് കിക്കിംഗ് പാർട്ട് റൈറ്റ്. ഓക്കെ, ഇറ്റ് വാസ് വെരി ഗുഡ്. തിരിച്ചു പോവാ. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വരുന്ന കാല് നോക്കിയേ, ജസ്റ്റ് ലുക്ക് അറ്റ് മീ. ഈ കാല് വരുന്ന കാല് സ്ട്രെയിറ്റ് ആയിരിക്കണം, ഇവിടെ നിർത്തണം. ഓക്കെ, സോ ഇത് സ്ട്രെയിറ്റ് ആയിരിക്കണം, കാല് മടക്കണ്ട ആദ്യമേ. ഈ സൈഡ് അടിപൊളി. ദാറ്റ് വാസ് എ ഗുഡ് ട്രൈ. ഒന്നുകൂടെ. ദാറ്റ് വാസ് വെരി ഗുഡ്. സി, ഒന്നുകൂടെ. അത് ഇച്ചിരി കൂടിപ്പോയി. ബാലൻസ് ചെയ്ത് നോക്കണ്ട, എനിക്ക് കിക്കിംഗ് പാർട്ട് മാത്രം കണ്ടാൽ മതി. ഒന്നുകൂടെ. ഓക്കെ, ഇറങ്ങി. ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി റെസ്റ്റ് എടുക്കുക, റീസെറ്റ് യുവർ ബ്രെയിൻ ആൻഡ് ദെൻ ട്രൈ അഗെയിൻ. വാ, ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. കിക്കിംഗ് പാർട്ട്. കിക്കിംഗ് നമുക്ക് ഭയങ്കര വീട്ടില് കിക്കിംഗ് ഇപ്പം പഠിച്ചു കഴിയും. ജസ്റ്റ് ഞാൻ പറഞ്ഞ ആ സാധനം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കീപ് ദാറ്റ് ലെഗ് സ്ട്രെയിറ്റ് ആൻഡ് ദെൻ ബ്രിങ് ഇറ്റ് അപ്പ്. വെരി ഗുഡ്, ഗുഡ് ട്രൈ. കൂടിപ്പോയി, ഇറങ്ങാം. ഗുഡ് ട്രൈ. ദാറ്റ് വാസ് വെരി ഗുഡ്. നല്ല കൺട്രോൾ ഉണ്ട്. ഇറങ്ങിക്കോ, ഒന്നുകൂടെ ചെയ്തേ. അതേപോലെ. ഓ നൈസ്, ഇറങ്ങാം. സൂപ്പർ. ഇപ്പം ഇച്ചിരി കൺട്രോളേ. ഇനി ഇവിടെ തന്നെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ആഡ് ചെയ്ത് നമുക്ക് ഈ കാര്യം ഇവിടെ വന്നു, മറ്റേതോട് ജോയിൻ ചെന്നേക്ക് പയ്യെ. ഇപ്പോഴല്ല, റെസ്റ്റ് എടുക്കുക. എല്ലാ സ്കിൽസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ എപ്പോഴും പറയത്തില്ല. ആ മസിൽ മെമ്മറി കിട്ടാൻ വേണ്ടി ഫ്യൂ ട്രൈസ് നമ്മൾ ചെയ്യണം. പക്ഷേ എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോയിന്റ് നമ്മൾ ചെയ്യില്ല. ബിക്കോസ് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെറുതെ ആയിരിക്കും. വി വോണ്ട് ഹാവ് എനർജി. അപ്പോൾ എവറി ടൈം നമ്മൾ സ്കില്ല് ചെയ്യുമ്പം നമ്മുടെ മാക്സിമം എഫേർട്ട് എപ്പോഴും വരുന്നത് ഉറപ്പ് വരുത്തിയിട്ട് അത് ചെയ്യാവും. സ്പീഡ് തന്നെയാണ്. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പം അല്ലെങ്കിൽ സ്ട്രെങ്ത് ബില്ല് നോക്കുമ്പോൾ വി ടേക്ക് മോർ റെസ്റ്റ്. അതൊന്നുമില്ല, റിക്കവർ ആവാൻ വേണ്ടിയാണ്. അതേപോലെ ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, കിക്ക് അപ്പ്. സൂപ്പർ. നല്ല കണ്ടോണ്ട് വരുന്നുണ്ട്. അവിടെ പിടിച്ച് നിർത്തണം. അടിച്ചു. വെരി ഗുഡ്. ഈ സാധനം ഇതിപ്പോൾ ഫസ്റ്റ് സെഷൻ അല്ലേ, ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഇപ്പോൾ ഒരു ദിവസം ഇന്ന് പഠിച്ച് നാളെ പോകുന്ന ഞാൻ പറയുന്നില്ലേ, ബട്ട് എന്നാലും ലൈക്ക് ഇഫ് ഈ കണ്ടിന്യൂസ് ടു ഡു ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഒരാഴ്ച കൊണ്ട് നല്ല ബാലൻസ് കിട്ടും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇവിടെ നിർത്തുക. ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ട്രൈ ലേറ്റർ ആഫ്റ്റർ യു ഗോ ബാക്ക്. ഇനി നമുക്ക് ജസ്റ്റ് ആ ബാലൻസിങ് എലമെന്റ് മാത്രം ഫ്രം ചെസ്റ്റ് വോൾ ട്രൈ. ഞാൻ പറഞ്ഞ പോലെ ഈ സാധനം കുറച്ച് കിട്ടി. ഇനി നമുക്ക് ആ ബാലൻസ് എലമെന്റ് ഒന്ന് പ്രോപ്പർ ആക്കാൻ വേണ്ടി എന്താണ് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ചെസ്റ്റ് വോൾ ഹാൻഡ്സ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. സോ എന്താണ് മനസ്സിലായത് ചെസ്റ്റ് വോൾ? അതായത് ചെസ്റ്റ് വാളിനെ ഫേസ് ചെയ്തിട്ട് നിൽക്കും.
നേരത്തെ നമ്മൾ ചെയ്തത് ബാക്ക് ടു വോൾ ആയിരുന്നു, നേരെ തിരിച്ച്. ഞാൻ തിരിച്ച്. സോ കയറിക്കോ. ഫ്രം ദ നെയിം എന്താണ് മനസ്സിലായെന്ന് കാണിച്ചോ. അടിപൊളി. യാ ഓക്കെ, സ്റ്റോപ്പ്. അത്ര ദൂരെ പോകണ്ട. അവിടെ നിൽക്കുക. ഇനിയും കാല്. ഓക്കെ, സൂപ്പർ. ഓക്കെ, ഒരു കാല് മാത്രം പൊക്കിക്ക്, ഒരു കാല് മാത്രം. അവിടെ നിൽക്കേ. ഇത് ടോസ് പോയിന്റ്, ഇത് പിടിച്ച മേളിലോട്ട് ടോസ് പോയിന്റ്. സൂപ്പർ. ബോഡി സ്ട്രൈറ്റ് ആവട്ടെ. ലൈക്ക് എവറിത്തിങ് ഷുഡ് ബി ടൈറ്റ്, നോട്ട് ജസ്റ്റ് യുവർ ഹാൻഡ്സ് ഷോൾഡേഴ്സ് മാത്രമല്ല, കോർ. ഇത് ഒരു കാലം അവിടെ തന്നെ വെച്ചോ, ഒരു കാര്യം മാത്രം വെച്ചാൽ മതി. വെരി ഗുഡ്. ഓക്കെ, ഇനി ഇവിടെ ഐ വോണ്ട് യു ടു സ്വിച്ച് ലെഗ്സ്. ഒരു കാര്യം ഇവിടെ വെക്കുക, തിരിച്ച് ഇനി മറ്റേ കാര്യം വെക്കുക, മാറി മാറി വെച്ചിട്ട്. അത് ബാലൻസ് ചെയ്ത്. സൂപ്പർ. പറ്റിയല്ലോ. ഇല്ല ഓക്കെ, ഇല്ല കുഴപ്പമില്ല. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ടയർഡായി പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇത് ശരിയായിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ആ കാല് മാത്രം ഈ മൂവ്മെന്റ് ചെയ്താൽ മാത്രം മതി. സോ ഇൻ ബിറ്റ്വീൻ മൂവ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് സം എയർ ടൈം. ആ എയർ ടൈമിൽ യു വിൽ ഫൈൻഡ് ബാലൻസ് കുറച്ച്, വിച്ച് വിൽ ഹെൽപ്പ് യു ഇൻ ദ ലോങ് റൺ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഫേസ് ചെയ്തത്, അപ്പോൾ മറ്റേ ചെസ്റ്റ് ഓപ്പോസിറ്റ് ആയി നോർമൽ ബാക്ക് ടു വോൾ. ബാക്ക് ടു വോൾ ചെസ്റ്റ് വോളിന് വ്യത്യാസം. ഓക്കെ, ബാക്ക് ടു വോൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഞാൻ ഒരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ബേസിക്കലി ഒരു ബിഗിനറാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. ആ കിക്കിംഗ് ഫേസ്, ഇപ്പോൾ കിക്കിംഗ് പഠിപ്പിച്ചത് ബാക്ക് ടു വോൾ ആയിരുന്നു. അത് പഠിച്ചു എന്ന് ഞാൻ കാണുകയാണെങ്കിൽ നേരെ ഞാൻ പറയാൻ പോകുന്നത് തിരിയാൻ ചെസ്റ്റ് വോൾ. വൈ? ബിക്കോസ് ചെസ്റ്റ് വോളിനകത്ത് കംപ്ലീറ്റ് അലൈൻമെന്റ് ആണ് ഹാൻഡ് സ്റ്റാൻഡ്. നമ്മൾ ഫ്രീ സ്റ്റാൻഡിങ് ഹാൻഡ് സ്റ്റാൻഡ് എങ്ങനെ ചെയ്യുന്നു അതേ സെയിം അലൈൻമെന്റ് നമുക്ക് ഇവിടെ മിമിക് ചെയ്യാൻ പറ്റും, ബട്ട് വിത്ത് സപ്പോർട്ട്. അതിപ്പോൾ നോർമലി മെറ്റ് ചെയ്യുമ്പോൾ ചെസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ സിമ്പിളായി ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇതിന് സപ്പോർട്ട് കൂടുതൽ എടുക്കും, നമ്മുടെ ബോഡി ഫുൾ ആർച്ച് ആയിരിക്കും. വി ആർ നോട്ട് മിമിക്കിംഗ് ദ ആക്ച്വൽ ഹാൻഡ് സ്റ്റാൻഡ്. ഇവിടെ ഹാർഡാണ് ബിക്കോസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഭയങ്കര ഹാർഡായി ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം നമ്മുടെ കോറും എല്ലാം അതുപോലെ എൻഗേജ് ചെയ്താൽ മാത്രമേ ചെസ്റ്റ് ബോൾ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ ഒന്നുകൂടെ ഇപ്പം വീണത് ഒന്നും അല്ലാതെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ അതിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. ആ സെയിം സാധനം നോക്കിയോ. കമോൺ. ഐ ഗസ് ഇത് സൈഡിലെടുത്തോ ഈ വ്യൂ. കമോൺ അല്ലേ. ഓക്കെ, വോക്ക് ബാക്ക് ഓൾമോസ്റ്റ് ഇവിടെ വരട്ടെ. ഓക്കെ, കോർ സ്ട്രൈറ്റ് ആക്കുക, മുട്ട് സ്ട്രൈറ്റ് ആക്കുക, ഒരു കാല് മാത്രം മേലോട്ട് ലിഫ്റ്റ് ചെയ്ത് വെച്ചേ, പോയിന്റ് ചെയ്ത് വെച്ചേ. സൂപ്പർ. ഇച്ചിരി മേലോട്ട് വെച്ചേ. യെസ്, ഇവിടെ നിൽക്കണേ. ഞാൻ പറഞ്ഞിട്ട് കാല് പോക്കാവും, ഞാൻ പറയാം, ഒന്ന് ചെക്ക് ചെയ്തിട്ട്. ഓക്കെ, കൂൾ. ഇനിയും നല്ല കൺട്രോളായിട്ട് ഈ കാല് മാത്രം അത് ഫ്ലോട്ട് ചെയ്യണം. സോ ഇത് മാറുമ്പം അത് വരണം. മോർ എയർ ടൈം. യെസ്, ദാറ്റ് വാസ് ഗുഡ്. സൂപ്പർ. ആ സാധനം വരട്ടെ. സൂപ്പർ. മതി, ഇറങ്ങിക്കോ. റോഡ് ചെയ്യണ്ട, സൈഡോട്ട് ഇറങ്ങിക്കോ. റൈറ്റിലേക്ക് മാറ്റ്. അത് തന്നെ, സേഫ് ലാൻഡ്. ഓക്കെ, അപ്പോൾ രക്ഷപ്പെടാൻ പഠിച്ചു. അതുപോലെ എയർ ടൈമും കിട്ടി. ഓക്കെ, ഇപ്പം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഒന്ന്, അതുപോലെ തന്നെ ഇങ്ങോട്ട് കുറച്ച് സ്ലാൻഡ് ചെയ്യുന്നുണ്ട് ബോഡി. നമ്മൾ ആക്ച്വലി അത് സ്ട്രെയിറ്റ് ആവണം, ഇങ്ങോട്ട് സ്ലാൻഡ് ചെയ്യില്ല. സ്ലാൻഡ് ചെയ്താൽ അഗെയിൻ വി ആർ ടേക്കിംഗ് മോർ സപ്പോർട്ട് ഫ്രം ദ ബോൾ. നമുക്ക് സപ്പോർട്ട് ഫ്രം ദ ബോൾ വേണ്ട. സപ്പോർട്ട് ഫ്രം ദ ബോൾ ഒരു 20% മതി. 80% യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. കൈയും ഷോൾഡറും കോറും എൻഗേജ് ചെയ്ത് വേണം ചെയ്യാൻ. ടോസ് പോയിന്റ്. യെസ്. ഓക്കെ, ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ലൈക്ക് എക്സാക്ട്ലി വാട്ട് ഐ വോണ്ട് ടു സീ. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കുക. ഇവിടെ വന്നു, ഇവിടെ നിൽക്കുന്നു, ഒരു കാര്യം സ്ട്രൈറ്റ് ആക്കുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഇവിടുന്ന് ഞാൻ പെയ്യെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കണ്ടു ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇച്ചിരി സ്പീഡ് കുറച്ച് ചെയ്യാൻ നോക്കുക. ആൻഡ് ദെൻ ഇങ്ങോട്ട് ലീൻ ആവല്ല, ഇവിടെ തന്നെ നിൽക്കണം. ഹിപ്സ് എൻ്റെ ഷോൾഡറിന് നേരെ മേളിലാണ്, ഇവിടെ അല്ല, ഇവിടാണ്. ആൻഡ് ദെൻ ഐ മൂവിങ്. മനസ്സിലായോ? ഇപ്പം യു ആർ എൻ ഐഡിയ എങ്ങനെയാണ് കിക്ക് ചെയ്യേണ്ടത്, അതുപോലെ എന്താണ് ഇപ്പോഴത്തെ യുവർ കറന്റ് ലെവൽ വെച്ചിട്ട് ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. സോ ഇത് രണ്ടും ദിസ് ഇസ് യുവർ ടേക്ക് അവേ ഫോർ യുവർ അപ്കമിങ് സെഷൻസ്. വീട്ടിൽ പോയാലും എവിടെ പോയി ട്രെയിൻ ചെയ്യുമ്പോഴും ഇഫ് യു വോണ്ട് ലേൺ ഹാൻഡ്സ് ആൻഡ് ഇവിടെ ഇത് കണ്ടിന്യൂ ചെയ്യുക. ബി ബെറ്റർ അറ്റ് ദിസ്. അതിൻ്റെ എനിക്ക് വീഡിയോ വെച്ച് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് തലക്കാലത്തേക്ക് ഇവിടെ കൂടെ വൈൻഡ് ചെയ്യും. നമ്മുടെ ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഹാവ് യു എവർ ട്രൈഡ് ഹാൻഡ്സ് ആൻഡ് പുഷപ്സ്? ഐ ഗസ് യു ഹാവ് സ്ട്രെങ്ത്. കാരണം എനിക്ക് സ്ട്രെങ്ത് ഉണ്ട്. വോൾ സപ്പോർട്ട്. അപ്പോൾ എന്തായാലും ഹാൻഡ്സ് ആൻഡ് പുഷപ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് എക്സസൈസ്.
ഹാൻഡ്സ് ആൻഡ് പുഷപ്സ്. ഒന്ന് പുഷ് ചെയ്ത്. സൂപ്പർ. രണ്ടുപേരും അവിടെ നോക്ക്, രണ്ടുപേരും കൊണ്ടുപോവാ. ഇനി ചെയ്യേ, അറിയാവുന്ന ഒരു ജില്ല വെച്ചേ. ഓക്കെ ഓക്കെ മതി, ഇറങ്ങി. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി ഗുഡ്. ഇത് ഓക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. എവിടെ പോവാ? സോ പ്രഷർ ജസ്റ്റ് നമുക്ക് ഒന്ന് മറ്റേ ചെസ്റ്റ് കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വൺസ് യു ക്യാച്ച് യുവർ ബ്രെത്ത്. കുറച്ചുകൂടി കംഫർട്ട് ചെയ്യാനുള്ളത്. കംഫർട്ട് തന്നെ, അത് ഇച്ചിരി പാടായിരിക്കും, ബട്ട് യു ഹാവ് ഇനഫ് സ്ട്രെങ്ത്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറയുന്നത്. ബട്ട് ഇഫ് യു ആർ എ ബിഗിനർ അത് ചെയ്ത് നോക്കണ്ട. യുവർ ബെസ്റ്റ് ബെറ്റ് ഇറ്റ്സ് ടു ഡു ബാക്ക് ടു ഹാൻഡ്സ് ആൻഡ് പുഷപ്സ്. അത് സേഫ് ആണ്. ജസ്റ്റ് ബോൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ യു ഹാവ് ടു അറ്റ്ലീസ്റ്റ് ഹാവ് എ ഡീസെന്റ് എമൗണ്ട് ഓഫ് സ്ട്രെങ്ത്. ഞാൻ അതിൽ ചെയ്യുന്ന മുന്നേ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ബാക്ക് ടു ചെസ്റ്റ് ബോൾ ചെയ്യുമ്പോൾ. സോ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡിസ്റ്റൻസ് കൊടുക്കുക, ഒത്തിരി ക്ലോസ് ആയി പോലെ ഇച്ചിരി ഡിസ്റ്റൻസ് കൊടുക്കുക. ആൻഡ് ദെൻ ഫ്രം ഹിയർ അത്യാവശ്യം ബോഡി നല്ല അപ്രൈറ്റ് കീപ്പ് ചെയ്യുക. ഒത്തിരി ഇങ്ങനെ ഇരിക്കട്ട്, ഇങ്ങനെ ഇരിക്കുക. ആൻഡ് ഫ്രം ഹിയർ എൻ്റെ തല കൈയുടെ ഫ്രണ്ടിൽ പോകണം. ഓക്കെ, അപ്പ് ഓക്കെ, അപ്പ്. ഓക്കെ ഓക്കെ, ട്രൈ നോക്കി. കമാൺ, ബാക്കിലോട്ട് പോകുന്നു. അടിപൊളി. ഇച്ചിരി ബാക്കിൽ പോയി. അവിടെ നിൽക്കുക. യെസ്, ഹിപ്സ് സ്ട്രൈറ്റ് ആക്കിയേ, കോർ ടൈറ്റ്. യെസ്, ഓക്കെ. ഇനിയും തലവിടുക. അപ്പ്. വാവ്, സീ സ്ട്രെങ്ത് ഉണ്ട്. സൂപ്പർ, കീപ് ഗോയിങ്. ഇത് ഫസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തോ. അപ്പോൾ വാട്ട് എവർ യു ആർ ഡൂയിങ് ദിസ് ഇസ് പെർഫെക്റ്റ്. കമാൺ, 4 അപ്പ്. 4 റൺ ചെയ്യേ. അപ്പ്. ഓക്കെ, ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സിറ്റ്. ഒരു കുഴപ്പമില്ലായിരുന്നു. ഗുഡ് സെറ്റ്. മോഹൻ നോക്കിയാൽ മനസ്സിലാവും. സോ ലാസ്റ്റ് സെറ്റാണ്. നമ്മൾ 3 സെറ്റ് ചെയ്തു. ദിസ് ഈസ് നിപ്പുൺസ് ലാസ്റ്റ് സെറ്റ്. ഓക്കെ, ഐ വിൽ എയിം ഫോർ അറൌണ്ട് 12 റെപ്സ്. കഴിഞ്ഞ സെറ്റിൽ എത്ര 44 ചെയ്തു. അപ്പോൾ ഇനിയും പറ്റുമെങ്കിൽ അതിന് ട്രൈ, ഇല്ലെങ്കിൽ 12. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. Yes. 12, 30. Push. Oh yeah. കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് മൂവ്മെന്റ് വിച്ച് ഇസ് ഹാൻഡ്സ് ആൻഡ് പുഷപ്പ് ഇസ് ഓവർ. ഐ ഡോണ്ട് നോ ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് പ്ലയോമെട്രിക്സ്. പ്ലയോമെട്രിക്സ് എന്നറിയാമോ? ഇല്ല. സോ ബേസിക്കലി എക്സ്പ്ലോസീവ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ പ്ലയോമെട്രിക്സ് എന്ന് റെഫർ ചെയ്യുന്നത്. എക്സ്പ്ലോസീവ് പുഷപ്സ്, സൂപ്പർമാൻ ഒക്കെ. വി ആർ നോട്ട് ഡൂയിങ് സൂപ്പർമാൻ ടുഡേ. ഇൻസ്റ്റെഡ് നമ്മൾ വേറെ സാധനം ചെയ്യും വിച്ച് ഐ ബീൻ ഡൂയിങ് ഇൻ മൈ പുഷ് റൂട്ടീൻ ഫോർ ദ പാസ്റ്റ് ഫ്യൂ വീക്സ്. നോക്കുന്നത് ചെയ്യാം. ഓക്കെ, അതൊക്കെ നടന്ന് കാണിച്ചു തരാം. വെയിറ്റ്, ശ്വാസം പിടിക്കട്ടത്. സോ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലയോമെട്രിക്സിലെ പറഞ്ഞ പോലെ പ്ലയോമെട്രിക്സ് ആണ്. അപ്പോൾ ചെറിയ ഹിൻ്റ് ഒന്നും എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മറ്റേ സൂപ്പർമാൻ പുഷപ്പ് എടുത്താണ് സൂപ്പർമാൻ പുഷപ്സ്. പക്ഷെ അതെല്ലാം എക്സ്പ്ലോസീവ് അടി വരുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം സ്പെസിഫിക്കലി പറഞ്ഞാൽ ആ സാധനം ഉപയോഗിച്ചിട്ടാണ്. ബോക്സസ് സ്റ്റെപ്പ്. ഇതിന് വേണ്ടിയാണ് നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ, ഇതിനു മുന്നേ ബിഫോർ വി അറ്റംപ്റ്റ് ദിസ് വേരിയേഷൻ അതിലേക്ക് ക്ലാപ്പ് പുഷപ്സ് ചേർത്തില്ലേ? ഒന്ന് കാണിക്കാൻ പറ്റൂലേ? കാണിച്ചു തന്നെ നോക്കട്ടെ. സൂപ്പർ, അടിപൊളി. ഓക്കെ, ക്ലാപ്പിൽ തന്നെ ഇങ്ങനെ ചെയ്യണം. ക്ലാപ്പ് അടിച്ചില്ല, പക്ഷേ ഐ എം ജസ്റ്റ് ക്ലോസിങ് മൈ ഹാൻഡ്സ്. ഓക്കെ, ഒന്നുകൂടെ. സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്. ഈ സാധനമാണ് നമ്മൾ ആക്ച്വലി ഇതിലോട് മിക്സ് ചെയ്യാൻ പോകുന്നത്. സോ താഴെ പുഷപ്പ് ചെയ്യുക ആൻഡ് ദെൻ അവിടുന്ന് എക്സ്പ്ലോസീവായിട്ട് യു കം ഹിയർ. ആൻഡ് പിന്നെ നമ്മൾ പുഷ് ചെയ്ത് താഴെ പോകുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ വേരിയേഷൻ ചെയ്യുന്നത്. സോ ഒന്നുമില്ല, ഇവിടുന്ന് താഴെ പോകുന്നു, ബി എക്സ്പ്ലോസീവ് ആൻഡ് അപ്പ്, എക്സ്പ്ലോസീവ് ആൻഡ് അപ്പ്. ട്രൈ നോക്കുക പറ്റുമോ? സോ ലെറ്റ്സ് ട്രൈ. ആൻഡ് ഇത് അല്ലിയുടെ വിട്ട് അനുസരിച്ച് കീപ്പ് ചെയ്യുക, ഒത്തിരി വൈഡായി പോകണ്ട. ഓക്കെ, ലുക്സ് ഗുഡ്.
എക്സ്പ്ലോർ മേലോട്ട്. ഓക്കെ. സൂപ്പർ. അവിടെ താഴോട്ട് നിന്ന് പോവുക ആൻഡ് ദെൻ അവിടെ ഒറ്റ പുഷ് താഴോട്ട് ലാൻഡ് ചെയ്യുക. അടിപൊളി. സോ ഇതാണ് 1 rep. ഓ എങ്ങനെയുണ്ട്? മറ്റേത് ചെയ്യുമ്പോൾ മിക്കവാറും ഞാൻ മറ്റേ ചെയ്യണ്ട, ഞാൻ ചെയ്ത വേരിയേഷൻ കാണിച്ചാണ്. അതിപ്പോൾ ഇഫ് യു ആർ നോട്ട് യൂസ് ടു ചെയ്യണ്ട. ഇപ്പൊ ഇത് ഒരു 10 rep എടുക്കാൻ നോക്കുക. 10 reps ഇഫ് പോസിബിൾ. ടയർഡായി പോവാണെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് എനി ടൈം യു വോണ്ട്. പോട്ടെ. ബി എക്സ്പ്ലോസീവ്. യെസ്, സൂപ്പർ. 1 2 down, 3 down, 4 down, 5 down, 6 2 7 one more, last one and 8. Okay. super. ഓ ചെയ്യാത്ത സംഭവമാണ്. ക്ലാപ്പ് പോലും പ്രാക്ടീസ് ചെയ്യല്ല. അങ്ങനത്തെ ഒരാള് ഈ സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഇംപ്രസീവ്. സത്യം പറയാലോ, ഇത് പാടാണ്. കാണുമ്പോൾ നിങ്ങൾ എളുപ്പമായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഇത്ര എക്സ്പ്ലോസീവായിട്ട് കണ്ടിന്യൂസ്ലി ഫോർ 8 reps ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാട് തന്നെയാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു വോണ്ട് ടു ടെസ്റ്റ് ഇറ്റ്. ഇതുകൊണ്ട് നമ്മുടെ ബോഡി ഫങ്ഷനിലാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. എനിത്തിങ് ഇസ് ഫങ്ഷണൽ. നമ്മൾ എന്ത് ചെയ്താലും ഫങ്ഷനിലാണ്. ബട്ട് ദിസ് വിൽ ആഡ് എൻ എക്സ്പ്ലോസീവ് എലമെന്റ്. അത്ലീറ്റ്സ് ഇത് യൂസ് ചെയ്യാറുണ്ട് ഇൻ ദർ ട്രെയിനിങ്. ആ ഒരു എക്സ്പ്ലോസീവ്നെസ് കിട്ടാൻ വേണ്ടി അങ്ങനെ നോക്കിയാൽ മതി. സോ ഇതൊരു ബോഡി ബിൽഡർ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നോ, ആവശ്യമില്ല. അവർക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഒരു അത്ലീറ്റിന് മേ ബി യെസ്. സോ എന്താണ് അടുത്ത വർക്കൗട്ട്? അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നിങ്ങളെ ജിമ്മിലൊന്നും ചെയ്യാത്ത സാധനമായിരിക്കും. ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. വിച്ച് ഇസ് ജിംനാസ്റ്റിക് സ്ട്രിങ്സ് കൊണ്ടുള്ള സാധനം. ജിംനാസ്റ്റിക് ഗൈസ്. അപ്പോൾ ഇതുകൊണ്ട് സാധാരണ ഞാൻ ഉള്ളപ്പടിക്കലുണ്ട്, തൂങ്ങി നിൽക്കലുണ്ട്. മനസ്സിലായി. ഇതുകൊണ്ട് പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുഷപ്പാണ്. പുഷപ്പ് വിച്ച് ഇസ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഈ സാധനത്തിൽ നമ്മൾ പുഷപ്പ് എടുക്കാൻ ഇപ്പോട്ട് പുഷപ്പ് പാടാണ്. ഡിപ്സ് ആലോചിക്കുമല്ലോ വേണ്ട. ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യിപ്പിച്ചു തരാം അടുത്ത പ്രാവശ്യം. ആദ്യം നമുക്ക് പുഷപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കാണിച്ചു തരാം. പുഷപ്പ് എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനിയും എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. സോ ബേസിക്കലി ഇതിൽ പുഷപ്പ് ചെയ്യാൻ പാടായിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ദിസ് ഡസൻ ഹാവ് സ്റ്റെബിലിറ്റി. ഇപ്പോൾ നമ്മൾ പാലറ്റ്സിലോ എവിടെ ചെയ്യുമ്പോഴും ആ സാധനം ആ പ്ലാറ്റ്ഫോം സ്റ്റേബിളാണ്. സോ അവിടെ നമുക്ക് വേറെ സ്റ്റെബിലൈസിങ് ആവശ്യമില്ല. പക്ഷേ ദിസ് തിങ് ഇസ് ലൈക്ക് മൂവിങ് 360. എങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് നമ്മളാണ്. അപ്പോൾ ഇറ്റ്സ് മച്ച് മോർ ഹാർഡ്. ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇവിടുന്ന് എൽബോ സ്ട്രൈറ്റ് ആയിരിക്കുക ആൻഡ് ടേൺ സ്ലൈറ്റ്ലി ഔട്ട്വേർഡ്. ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ തിരിയുക, ഓൾ ദ വേ ഡൗൺ. പറ്റുമെങ്കിൽ ഡീപ്പായിട്ട് പോവുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ വരാൻ മതി. ദെൻ പ്രസ് ഇറ്റ് അപ്പ്. മേലോട്ട് വരുമ്പോഴത്തേക്ക് തിരിച്ച് ട്വിസ്റ്റ് ചെയ്യുക, ഇങ്ങനെ വരിക. സോ വളരെ കൺട്രോൾഡ് ചെയ്യാൻ മതി. നൗ ഈ ഒരു ലെവലിൽ ചിലപ്പം ചെയ്യാൻ പാടായിരിക്കും. സോ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് വി മേക്ക് ഇറ്റ് മോർ ഈസിയർ ബൈ സ്റ്റാൻഡിങ് ഹിയർ. ഇവിടെ നിൽക്കുക. അപ്പോൾ എന്ത് എളുപ്പമാവും. ബിക്കോസ് മോർ ഇൻക്ലിനേഷൻ, മോർ ലോഡ് ഓൺ ടു ദ ഫീറ്റ്. അതുകൊണ്ട് ഇവിടെ ചാടി പോകുന്നു, സെയിം മൂവ്മെന്റ് ചെയ്യുന്നു. സോ ഇത് കംഫർട്ടബിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് താഴെ ചെയ്യാം. ബാ. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഗൈസ്. താഴോട്ട് പോയി ഗോ ഡൗൺ. ഓക്കെ, ഫുൾ താഴെ പോകുന്നു ആൻഡ് ദെൻ അപ്പ്. സൂപ്പർ, ആക്ച്വലി ഗുഡ്. ഇതൊരു 10 rep പോയിക്കോ. അത്രയും തിരികണ്ട. അവിടെ മതി. യെസ്, ആൻഡ് ഡീപ്പായിട്ട് പോകുന്ന നോക്കിയോ. ലെറ്റ്സ് ഗെറ്റ് മോർ ഡീപ്പ് സ്ട്രെച്ച്. അപ്പ്. യെസ്, കം ഓൺ, കീപ് ഗോയിങ്. 3 ഡീപ്പ്. വെരി ഗുഡ്. നല്ല കൺട്രോൾ ഉണ്ട്. സൂപ്പർ. 4. ഇത്രയും പതിയെ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് റെപ്സ് കുറയും. അതിലൊരു നാണക്കേടുമില്ല. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ദിസ് ഈസ് ഇക്വലന്റ് ടു ഡൂയിങ് ലൈക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് ഡംബിൾ ചെസ്റ്റ് പ്രസ്. 6 ആയപ്പോഴത്തേക്ക് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഇസ് വെരി നോർമൽ. അടുപ്പിക്കുക. ലാസ്റ്റ് വൺ. ടേക്ക് ഡീപ് ബ്രെത്ത് ഇൻ, ഫുൾ ബോഡി ടൈറ്റ് ആക്കി ആൻഡ് ദെൻ പുഷ്. ചെസ്റ്റ് സ്ക്വീസ് ചെയ്യും. മേടി വരുമ്പോഴത്തേക്ക് കം ഓൺ. അപ്പ് 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 അപ്പ്. ഓക്കെ, കൂൾ കൂൾ. ഹൈവേ പുഷപ്പെടുക്കണേ ഞാൻ. ദിസ് വിൽ ഹംബിൾ യു. കാരണം എന്താ ഞാൻ പറഞ്ഞത്, നമ്മൾ താഴെ ചെയ്യുന്നു അല്ലെങ്കിൽ പാലറ്റ്സ് ചെയ്യുന്ന വെച്ച് കമ്പയർ ചെയ്ത് ദിസ് എൻ്റയർ ഡിഫറെൻറ്റ്. ഈ പറഞ്ഞ പോലെ ഒരു ഡംബിൽ ചെയ്യുന്ന സെയിം എഫക്റ്റ് കിട്ടും ഇവിടെ ചെസ്റ്റ് പമ്പോ. കാരണം ഡംബിലും ഡംബിൾ ക്യാൻ മൂവ് എനി വേസ്, എനി ഡയറക്ഷൻ. നമ്മളാണ് പിടിച്ച് കൺട്രോൾ ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും. സോ മോർ മസിൽസ് വിൽ ബി വർക്ക്. അതാണ് വ്യത്യാസം. സൂപ്പർ. 7 8 9 10 11 12 30. എത്ര പോവും മാക്സിമം? ഞാൻ ശരിക്കും കാല് പൊക്കി വെച്ച് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ്. ഇത് 2 സെറ്റ് ചെയ്യാണ്ട് അത് 2 സെറ്റ് ചെയ്തിട്ട് പിന്നെ കാണാം. ഓക്കെ, എങ്ങനെയുണ്ട് റിംഗ് പുഷപ്സ് അത് പറയാതെയോ? നമ്മൾ നോർമലി ഇതും എല്ലാം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, ഒറ്റടിക്ക് കിട്ടി. സ്ട്രെച്ച്, ആ സ്ക്വീസ് ഫുൾ സ്ക്വീസ് ആവണല്ലോ, പോകണ്ടോ ഇതുവരെ പോകണല്ലോ, പോകും അത്രക്കും ടൈറ്റ് ആയി. നിങ്ങൾ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ഐ റെക്കമെൻഡ് യു ടു ട്രൈ. വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇറ്റ് വിൽ ഹംബിൾ യു. അടുത്തതും കൂടെ എൻ്റെ ഒരു ഫേവറേറ്റ് എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം, വിച്ച് ഐ ഓൾവേസ് ഇൻക്ലൂഡ് ഇൻ മൈ പുഷ് സെഷൻസ്, വിച്ച് ഇസ് ഡിപ്സ്. ഇവിടെ നമുക്ക് ഡിപ്പിൻ്റെ പ്രോപ്പർ ബാറില്ല, സോ നമുക്ക് ഈ അസിസ്റ്റഡ് പുള്ള മെഷീനിൽ ഡിപ്സ് നമുക്ക് ചെയ്യാം. ഐ ഷോ യു വാട്ട് ഐ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യാം. സോ ഡിപ്സ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് കൂടുതലും ട്രൈസെപ്പ് ഡോമിനൻ്റ് ആയിട്ടും, സെക്കൻഡ് വൺ ചെസ്റ്റ് ഡോമിനൻ്റ് ആയിട്ടും. സോ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് ട്രൈസെപ്സ് അല്ല ഫോക്കസ് ചെയ്യുന്നത്, ചെസ്റ്റ് ഡോമിനൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ടു ഫോക്കസ് മോർ ചെസ്റ്റ്, കയറി നിൽക്കും, ഐ പുഷ് മൈ സ്കാപ്പുല, പ്രൊട്രാക്ട് ചെയ്യും, ഐ ട്രൈ ബ്രിങ്ങിങ് മൈ നീസ് എ ബിറ്റ് അപ്പ്, ദെൻ ബ്രിങ് മൈ ഹിപ്സ് അപ്പ് ആൻഡ് ദെൻ കം ഓൾ ദ വേ ഡൗൺ. ഇച്ചിരി ഡീപ്പായിട്ട് പോകും ആൻഡ് ദെൻ അപ്പ്. ഞാൻ ഇങ്ങനെ ആവുന്നില്ല, ഓൾമോസ്റ്റ് എൻ്റെ ഇങ്ങനെ ഇരിക്കും ബോഡി. സോ ഇങ്ങനെയാണ് എൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ലോവർ ചെസ്റ്റും പെക്കും ഫുള്ളായിട്ട് ഇൻവോൾവ് ആവും. കൂൾ. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞുതരാം ബാക്കി. സോ ഡിപ്സ് 2 മസിൽസ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒന്ന് ചെസ്റ്റ് ഫോക്കസ് ചെയ്യാണ്ടും ഒന്ന് ട്രൈസെപ്സ് ഫോക്കസ് ചെയ്യാണ്ടും. അപ്പോൾ ട്രൈസെപ്സ് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഇതേപോലെ സ്ട്രൈറ്റ് ചെയ്യുന്നതാണ്ട് പുഷ് ചെയ്യണ്ടാവുക. കൂടുതലും എൽബോ ഫ്ലെക്ഷൻ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യുവർ ട്രൈസെപ്സ് ആർ ഗെറ്റിംഗ് ആക്ടിവേറ്റഡ്. അതുപോലെ ചെസ്റ്റ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അകത്താക്കിയിട്ട് ഇവിടെ നമുക്ക് 2 ചെറിയ ട്വിക്സ് കൊണ്ടുവരാം, വിച്ച് ഇസ് കാല് മടക്കുക, ഹിപ്സ് അപ്പ്. കീസ് മടക്കി ഹിപ്സ് അപ്പ് ചെയ്യാം. അപ്പം സൂപ്പർ. ഇച്ചൂടെ ഹിപ്സ് നോക്കി ഇവിടെ നിൽക്കാൻ നോക്ക്. സ്കാപ്പുല ഉണ്ടോ, സ്കാപ്പുല പൊക്കി. ഈ സംഭവം നമ്മൾ ചെയ്യാത്തത്, അപ്പോൾ അത് ചെയ്ത് കണ്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് നോക്കാം. നമുക്ക് മുന്നോട്ട് പോവാ, അതുപോലെ തന്നെ പോകട്ടെ. അത് തന്നെ എക്സാക്ട്ലി സൂപ്പർ ക്ലീൻ ഫോം അപ്പ്. അഗൈൻ ഇറ്റ്സ് ഹംബ്ലിങ് യു. നിങ്ങൾ 30 ഡിപ്സ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ പ്രോപ്പർ അടിച്ചു വന്നെങ്കിൽ 3 5 നിന്ന് പോകും. അപ്പ്. സൂപ്പർ. എക്സാക്ട്ലി ഇത് കറക്റ്റ് ഫോമാണ്. ആൻഡ് ദാറ്റ് ഇസ് എക്സാക്ട് റീസൺ വൈ ഈസ് ഫെയിലിംഗ് അറ്റ് 4th rep. അല്ലെങ്കിൽ യൂഷ്വലി ഡിപ്സ് ഞാൻ 12 ഒക്കെ ക്ലീൻ ആയി അടിക്കണം. ഈ സൈഡ് 10-15 ചെയ്യാൻ പറ്റുന്ന ആളാണ്. പക്ഷേ ഓൾറെഡി നമ്മൾ ചെസ്റ്റിന് ചെയ്തു, കുറേ പുഷപ്പ് അടിച്ചു. അത് ചെയ്തുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇതും അധികം പോകുന്നില്ല. എന്നാലും നോർമലി ഡിപ്സ് ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ നല്ല പാടുമാണ്. പക്ഷേ ദിസ് ഈസ് മോർ എഫക്റ്റീവ് ബിക്കോസ് ഇത് നിങ്ങളുടെ ചെസ്റ്റിനെ കുറച്ചുകൂടി കൂടുതൽ എംഫസിസ് കിട്ടും. ആ സ്കാപ്പിൽ അത് ഇങ്ങനെ ആക്കി വെക്കുന്നത് ഭയങ്കര നമുക്ക് അറിയാൻ പറ്റും. ഫോക്കസ് ചെയ്യാനായിട്ട് ഇഫ് യുവർ ഹിപ്സ് ആർ ഗോയിങ് ഡൗൺ ദാറ്റ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ എഫക്റ്റ് കിട്ടത്തില്ല. ഹിപ്സ് പൊക്കി പിടിക്കാൻ തന്നെ പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അതിൽ നിങ്ങളുടെ കോർ കൺട്രോളും പഠിക്കണം. ഇറ്റ്സ് എ ഡീറ്റെയിൽ ടോപ്പിക്. മേ ബി നമുക്ക് വേറെ വീഡിയോ പറഞ്ഞു കൊടുക്കാം. ബട്ട് ഫോർ ദ റെഫറൻസ് ഇത്ര നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഇങ്ങനെ കുറേ അഡ്വാൻസ്ഡ് ആയി കാണുന്നില്ല, കുറച്ച് വെറൈറ്റി ആയി കാണുന്ന കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അത് ചെയ്തിക്കാണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ആ ലെവൽ കഴിഞ്ഞാൽ അഡ്വാൻസ് ആയി പഠിക്കണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സംഭവമാണിത്. അല്ലാതെ എപ്പോഴും പോയിട്ട് ഒരു ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെയ്യണം വേണ്ടി എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി കിട്ടുന്ന റിസൾട്ട് പോലും കിട്ടാതാവും. അത് പ്രോപ്പർ ഫോം കിട്ടണമെങ്കിൽ ആ മൈമസ് കണക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയി കിട്ടണം. ആ അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോപ്പർ മൈമസ് കണക്ഷനും ഫോമും കിട്ടുള്ളൂ. ശരിയാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇത് പോയി ഓടി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഫോം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെയും ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് റിങ്ങിൻ്റെ ഒക്കെ. കാരണം വെച്ചാൽ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരാൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് ഇത് വരും, ഷേക്ക് വരും. അതുപോലെ തന്നെ താഴത്ത് പോയിട്ട് ഇപ്പം ആ ഒരു ഇതിന് ഉള്ളത്തെ ആ ഒരു ജോയിൻസിനൊന്നും താങ്ങാൻ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ
ഭയങ്കര കണ്ട് ഇഞ്ചുറി. അതേ പറഞ്ഞാൽ ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇംഗ്ലീഷ് കൂടുതൽ ചെയ്യാവൂ. കാരണം അതിനൊരു എന്താ പറയുക റീസൺ ഉണ്ട്. അതുപോലെ ചെയ്യാൻ നോക്കുക. ഓടിപ്പടച്ച് ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകില്ല, പണി കിട്ടും. അതെ, ഇത് ഒരു 2 സെറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഇത് 2 സെറ്റ് ചെയ്യും. കണ്ടല്ലോ ഫോം അതാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ക്ലീനായി കാണുന്ന 2 സെറ്റ് ചെയ്തിട്ട് ഇതും ഫിനിഷ് ചെയ്യും. പിന്നെ നമ്മൾ നേരെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ നേരെ പോവാം. അധികം ഉണ്ടാവില്ല, കാരണം ഓൾറെഡി വി ആർ ഡൺ. ഇന്നിപ്പോൾ വെയിറ്റ് ട്രെയിനിനോട് ഈക്വലി കമ്പൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്ത 2 മൂവ്മെന്റ്സ് മാറ്റേണ്ടി വരും. പക്ഷെ ഇന്ന് ഞാൻ കൂടുതൽ എംഫസിസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ബിക്കോസ് അലീബ് ഓൾറെഡി ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിൻ ചെയ്ത് പരിചയമുണ്ട്. ഐ വോണ്ട് ഹിം ടു എക്സ്പീരിയൻസ് സംതിങ് ന്യൂ. അവർ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ ഇത് കൂടുതലും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോക്കസ് ചെയ്യാൻ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കൂടുതലും ഇതന്നെ കാണിക്കണ്ടാവുക. മറ്റേത് നമ്മൾ എല്ലാ വ്ളോഗിലും ഇത്ര സംഭവം തന്നെ ഇഷ്ടംപോലെ അരിയൻ്റെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഞാനും കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് മടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, ദിസ് ഈസ് സംതിങ് ന്യൂ. ഓക്കെ, നമുക്കും നിങ്ങൾക്കും. അപ്പോൾ ഇത് നമുക്ക് ഫോക്കസ് ചെയ്ത് കണ്ട് ഇന്ന് പോട്ടെ. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ നമ്മൾ ചെയ്തിട്ടില്ല അധികം. അപ്പോൾ അതൊക്കെ നമ്മൾ വെയിറ്റ് വെച്ചാൽ തന്നെ ചെയ്യും. അത് കാണാം. അതായത് നമുക്ക് തീർത്തിട്ട് അടുത്തേക്ക് പോവാം. 3, 4, 5, yes, 6, 7, yes, 8, yes, one more. 2, super. 3, 4, അടിപൊളി. 5, അടിപൊളി. ഹിപ്സ് പോയി. 6, just 5% എല്ലാം വലിഞ്ഞു പോയി. അടിപൊളി. റിലാക്സ്. ബോഡി വെയിറ്റ് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. ഇനി വാട്ട് എവർ യു ആർ പ്രിഫറിങ് അല്ലെങ്കിൽ സജസ്റ്റിംഗ് വി കൻ ഡു ഒരു 2-3 മൂവ്മെന്റ്സ്. ഓക്കെ, സോ കാലിസ്റ്റനിക്സ് മൂവ്മെന്റ്സ് ആ ഓവർ. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് പോവാണ്. വെയിറ്റ് ട്രെയിനിങ് ഞാൻ വിചാരിച്ചത് നിപുൺ ബ്രോനെ പറയുന്നതാണ്. പക്ഷേ ഞാൻ ഫ്രീഡം കൊടുക്കുക. എനിക്ക് ആ ഫ്രീഡം തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പം കറണ്ട്ലി ചെസ്റ്റ് ഓൾറെഡി നല്ല രീതിക്ക് കിട്ടി. നല്ല രീതിക്ക്, അതായത് നമ്മൾ നോർമലി വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് നല്ല രീതിക്ക് സ്റ്റിമുലസ് കിട്ടിയിട്ടുള്ള ഉറപ്പാണ്. കാരണം ഇതുവരെ ആക്ടിവേറ്റ് ആവാത്ത ഫൈബേഴ്സൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിലെ എന്തായാലും റിക്കവറി നടക്കേണ്ടി വരും. അപ്പോൾ അതിന് കൂടെ നമ്മൾ ഒരു ആവശ്യം കഴിഞ്ഞു ചെസ്റ്റ് ഓവറായിക്കാണ്ട് ഇതാക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഷോൾഡർമൊക്കെ പോവാണ്. അപ്പോൾ ഷോൾഡർമൊക്കെ പോകുന്നതിന് മുന്നേ ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗമുണ്ട്. അതായത് അപ്പറിൻ്റെ ഒരു മേലത്തെ ആരും ഇത് കൂടുതൽ പേർക്ക് വീക്കാതെ കാരണം. അപ്പോൾ അതിന് ഞാൻ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യലുണ്ട്. 2 പേർ കൂടി അതിന് എന്താ ചെയ്യലുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒന്നുകൂടി ഒന്ന് ലോഡ് ചെയ്യാണ്ട് അതിന് കൂടെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഹെഡും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയ ബെസ്റ്റ് മെഷീനാണ് ഈ മെഷീൻ. ഓക്കെ, സോ ഈ ഒരു മെഷീന് ഇത് എന്താ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ലാറ്ററൽ ഹെഡാണ്. അപ്പോൾ അതിന് നമുക്ക് ലാറ്ററൈസ് ചെയ്യാം. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വേരിയേഷൻ ചൂസ് ചെയ്തിട്ട്, അതിപ്പം സീറ്റഡോ അല്ലെങ്കിൽ ചെസ്റ്റ് സപ്പോർട്ടഡോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ്ങോ ഏതെങ്കിലും ഒരു വേരിയേഷൻ ചൂസ് ചെയ്തിട്ട് അത് ചെയ്യാം. ട്രൈസെപ്സിന് ഓവർ ഹെഡ് മൂവ്മെൻറ്റ്, കാരണം നമുക്ക് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ലോങ് ഹെഡാണ്. അപ്പോൾ അതിൻ്റെ ഓവർ ഹെഡ് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഫിനിഷ് ചെയ്യാം. കാരണം പ്രസ്സിംഗ് മൂവ്മെൻറ്റ്സ് കുറേ കിട്ടി നമുക്ക്. കഴിഞ്ഞ് പുഷ് ചെയ്താൽ വെറുതെ ആവശ്യമില്ല, നമുക്ക് വെച്ച് കളയണ്ട. ഒരു ഓവർ ഹെഡ് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ കൂടെ സൂപ്പർ സെറ്റ് അടിക്കുക, അല്ലെങ്കിൽ ഓവർ ഹെഡ് മാത്രം കൊടുത്താൽ ഫിനിഷ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വർക്കൗട്ട് ഈസ് ഇൻക്ലൈൻ പ്രസ്. അപ്പോൾ നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് ഈ ഒരു അപ്പർ ചെസ്റ്റ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അതിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ഡെൽറ്റും ഫോക്കസ് ചെയ്യണം. സോ ഈ ഒരു മെഷീന് അതിന് ബെസ്റ്റാണ്. ഫ്രണ്ട് ഡെൽറ്റിനും കിട്ടും, അതിന് കൂടുതൽ നമുക്ക് ആ അപ്പർ ചെസ്റ്റിന് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ കഴിയും. അപ്പോൾ മെഷീനിൽ ചെയ്യുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹൈറ്റ് നമ്മുടെ കൈയിൻ്റെ സൈസ്. അതായത് ചിലർക്ക് വലിയ കൈ കയറാം, ചിലർക്ക് കൈൻ്റെ ചെറിയ കൈ കയറാം. ഹൈറ്റ് ബേസ്ഡ് അത് ചേഞ്ച് ആവും. അപ്പോൾ അതിനനുസരിച്ചാണ് ഗ്രിപ്പ് ചൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ മെഷീൻസിൻ്റെ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാക്കേണ്ടി വരും. പിന്നെ ചില മെഷീൻസ് ചിലർക്ക് പറ്റുന്നില്ല. അപ്പോൾ വലിയ വലിയ മെഷീൻസ് ഒന്നും ചിലപ്പോൾ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കിയിട്ട് നമുക്ക് കംഫർട്ടായിക്കാണുള്ള, നമുക്ക് ബെഞ്ച് കംഫർട്ടായിക്കാണ് സെറ്റ് ചെയ്യുക, ഗ്രിപ്പ് കംഫർട്ടായി ചൂസ് ചെയ്യുക. ആ ഒരു ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതെന്തായാലും നമ്മളിപ്പോൾ സെറ്റ് ചെയ്തതാണ്. അത് നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു ഈ ലെവൽ ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടേണ്ട മസിൽ കിട്ടേണ്ട ആ ഒരു ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ചെസ്റ്റിൻ്റെ ഏത് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. ആർച്ച് ചെയ്യുക. ആർച്ച് ചെയ്തിട്ട് എൽബോസ് താഴത്ത ഷോൾഡർ റിട്രാക്ട് ചെയ്യുക. എന്നിട്ട്
പുഷ് ചെയ്യും. ചെസ്റ്റ് പൊക്കി ആ ഒരു ചെസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു പോർഷനിൽ ചിലർ എന്ത് ചെയ്യും, ഇത് മാത്രം ഫോക്കസ് ചെയ്ത് ഇത് ഫോക്കസ് ചെയ്യില്ല. പക്ഷെ ഇതും ഫോക്കസ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബോത്ത് സെയിം ഇമ്പോർട്ടൻസ് നമ്മൾ ഇതാ ഈ ഇതിനും കൊടുക്കണം, നെഗറ്റീവ് കൊടുക്കണം. Super. Again, his breathing also down വരുമ്പം he's taking inhale and then press ചെയ്യുമ്പോഴാണ് exhale ചെയ്യുന്നത്. നല്ല മെഷീനാണ്, അധികം വെയിറ്റ് പോവില്ല. പോണ വെയിറ്റ് എടുക്കുക, അക്ഷമം പ്രോപ്പറായിക്കാണ്ട് നമുക്ക് ആ ഒരു സ്ക്വീസും സ്ട്രെച്ചും ഫീൽ ചെയ്ത് ചെയ്യാം. ആക്ച്വലി ഫണ്ണി തിങ്, ഞാൻ ഈ ജിമ്മിൽ കുറേ നാട് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ ഈ മെഷീൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ആദ്യം നമുക്ക് ആ ഒരു കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ പെർഫെക്റ്റായി. ഓക്കെ, യെസ്, 1 2 സ്ക്വീസ് സ്ക്വീസ് ചെയ്യുക, മെല്ലെ വിടുക. ഓക്കെ, സ്ക്വീസ് ചെയ്യുക, മെല്ലെ വിടുക. 7 ഇവിടെ 8 ഇച്ചിരി വെയിറ്റ് വേണം. ഇച്ചിരി ഓ ആമ്പായി കൂട്ടിയാൽ മതി. ഇത് വാം സെറ്റായിട്ട് വിടുക. അപ്പോൾ ഇതേപോലെ ഒരു 3 പവറായിട്ട് ചെയ്യാം. ലാസ്റ്റ് സെറ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് ലാസ്റ്റ് സെറ്റാണ്. ലാസ്റ്റ് സെറ്റ് നമ്മളെപ്പോഴും ഡ്രോപ്പ് സെറ്റ് അടിക്കല്. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡു ഡ്രോപ്പ് സെറ്റ്. Come on. ഡ്രോപ്പ് സെറ്റ് ഒക്കെ വലിയ ഐഡിയ ആണ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പോട്ടെ. സൂപ്പർ. 2 3 4 5 6 7. Okay, one more. Try one more. And 8. Okay, super. 3 4 5. Yes, put it. Max. Failure about it. 1. Push. 1 2. Yes, come on. ഒരു 2 3 റിപ്പോർട്ട് ട്രൈ ചെയ്തേ. 3. Super. 4. One more. And up. Oh, yes, super. 1 2. Everybody, come on. 3. And full power. Come on. 4. Yes. 5. Come on. 2 more. Come on. 6 7. Baba. Up. Full support. One more. Come on. Up. Log out. Okay. മതി. ദാറ്റ് വാസ് ഫെയിലിയർ. ഇനി ഞാനിത് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഫ്രണ്ട് ലോഡായി, ഞാൻ കൊടുക്കുന്ന അപ്രസേഷൻ ലോഡായി. ഓ യെസ്. 1 2 5 6 7 8 9. Come on. 10. Cuma. Oh, satu. ചിലർ ഡ്രോപ്പ് സെറ്റിന് കൗണ്ട് വെക്കും. കൗണ്ടല്ല കാര്യം, ജസ്റ്റ് ഫെയിലിയർ പോകണം. മാക്സിമം ചെറിയായിട്ട് നമുക്ക് ഒരു ഫോൺ അടിക്കാൻ കഴിയാത്ത ആ ഒരു സിറ്റുവേഷൻ വരെ പോവാം. 3. Yes. 4. Roll it down. Up. 5. Roll it down. Push. Yes. 3. 4. Yes. 5. Yes. 6. Come on.
7. Come on. 8. 22. Push. Come on. Yes. Push. വിടാനില്ല. പാഷൻസ് അത് ഫിനിഷതാണ്. പോട്ടെ പാഷൻസ്. ഓക്കെ. താവട്ടെ. പുഷ് ചെയ്യട്ടെ. അയ്യാ. യെസ്. കൊള്ളാം. കിട്ടുന്ന സമയത്ത് ഡെൽറ്റോട്സ് ഒക്കെ കൊണ്ടുവന്നു. താങ്ക് യു അല്ലേ. ചെസ്റ്റ് നോക്കിയിട്ട് ഷോൾഡർ താഴ്ത്തിയിട്ട് ഈ ബൈസെപ്സ് ഉണ്ടല്ലോ, ബൈസെപ്സ് ലാറ്റ്സിന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് ഫീൽ ചെയ്യാൻ കഴിയും. പ്രസ് ചെയ്യാം. സൂപ്പർ. വാട്ട്സ് നെക്സ്റ്റ്? lateral raises. മെയിൻ എക്സസൈസ് ഫോർ അവർ ഡെൽറ്റ്സ്. അതായത് ആ ഒരു ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ബ്രോഡ്നെസ് തരുന്നത് ആ സൈഡ് ഡെൽറ്റാണ്. അപ്പോൾ ആ സൈഡ് ഡെൽറ്റിന് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, കൂടുതൽ പേരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് സൈഡ് ഡെൽറ്റിന് ഓവറെ വെയിറ്റ് ചെയ്താണ്ട് വെറുതെ ഗെയിൻസ് കുറക്കണം. കോംപ്രമൈസ് ചെയ്യും. ശരിക്കും ആ ഒരു ടെൻഷൻ കിട്ടിയാൽ സ്റ്റിമുലസ് കിട്ടിയാൽ മതി. നമുക്ക് വലിയ വെയിറ്റ് വേണം നിർബന്ധമല്ല. ചെയ്യുന്ന വെയിറ്റിൽ പ്രോപ്പറായിക്കാണ്ട് നമുക്ക് ആ സ്റ്റിമുലസ് കൊടുത്തുകൊണ്ട് അത് മസിൽസ് യൂസ് ചെയ്യേണ്ടതിൽ കാര്യം ഉറപ്പുവരുത്തിയാൽ മതി. ഓരോ വെയിറ്റ് എടുക്കാതെ കഴിയുന്ന വെയിറ്റിൽ മാക്സിമം ആ ഒരു മസിൽസ് ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യാം. അടുത്ത വർക്കൗട്ട് ലാറ്ററൽ റൈസ്. നമ്മൾ വേറെ വേരിയേഷൻ ട്രൈ ചെയ്യാനുള്ള സ്റ്റാൻഡിങ്ങിന് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റാൻഡിങ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ നിൽക്കും, ചെറുതായിട്ട് ഫ്രണ്ട് ക്ലീൻ ചെയ്യും. എന്നിട്ട് വെയിറ്റ് എന്ത് ചെയ്യുക, പിടിച്ചിട്ട് എൽബോസും ലോക്ക് ചെയ്യുക, ബ്രസ്റ്റും ലോക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ഈ ലെവൽക്ക് ഹോൾഡ് ചെയ്യും, മെല്ലെ താഴ്ത്തുമ്പോൾ ഇതുവരെ വന്നാൽ മതി. ഫുള്ള് ഇതുവരെ പോകണ്ട. 0 ടെൻഷനാണിത്. എപ്പോൾ ടെൻഷൻ വേണമല്ലോ, ആ ടെൻഷനിൽ തന്നെ ഹോൾഡ് ചെയ്യുക, മെല്ലെ താഴ്ത്തും. ഇപ്പോൾ ചെറിയ വെയിറ്റിൽ ജസ്റ്റ് വാമ്പായി കണ്ടൊരു 12 to 15 reps ജസ്റ്റ് വാമ്പായി എടുക്കാം. മതി. ചെറിയ ലീനിങ് മുന്നോട്ട് വരണം. അല്ലെ പറഞ്ഞ പോലെ ഫുള്ള് താഴെ പോകുന്നില്ല. ആൻഡ് ചെറിയ എൽബോ ബെൻഡും വരുന്നുണ്ട്. സോ ദാറ്റ് എൽബോ ജോയിൻറ്റിൽ ഒരു സ്ട്രെയിനും വരാതിരിക്കാൻ വേണ്ടി. പറഞ്ഞാൽ റിസ്റ്റ് ലോക്ക് ചെയ്തു, എൽബോ ലോക്ക് ചെയ്തു. നിങ്ങളെന്താ ഫോക്കസ് ചെയ്യാൻ അറിയോ? എൽബോ ഉണ്ടല്ലോ, എൽബോ നേരെ സൈഡിലേക്ക് ഡ്രൈവ് ചെയ്യാണ്, ഡംബിൾ നേരെ ഫ്രണ്ടിലേക്ക് ഇടുകയാണ്. ഡംബിൾ ഫ്രണ്ടിലേക്ക് ഇടും, എൽബോ നേരെ സൈഡിലേക്കും ഡ്രൈവ് ചെയ്യും. അതിന് കൂടുതൽ വേറെ സംഭവം ഫോക്കസ് ചെയ്യണം. ഡംബിൾ ജസ്റ്റ് പിടിച്ച് കയറി ജസ്റ്റ് വെറുതെ ആ പിടിക്കണേ കൂടുതൽ പൊക്കണേ കൂടുതൽ ജസ്റ്റ് വെള്ളം പറഞ്ഞ പോലെ ഇതാ ജസ്റ്റ് ചെറുതായിട്ട് ഓരോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ചെറിയ ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഇത് മേലെ പോകാനാണ്. ജസ്റ്റ് നോർമൽ പിടിച്ച് കഴിഞ്ഞാൽ ഡംബിൾ മേലെയും ഇത് താഴത്താവും. മറ്റേത് ഇത് മേലെയും ഡംബിൾ താഴത്തും, അല്ലെങ്കിൽ സെയിം ലെവലായാലും കുഴപ്പമില്ല. ഓക്കെ 1. ഓക്കെ, കൈ ഒന്ന് വൈഡ് ആവട്ടെ. 2. സെറ്റാണ്, ഡ്രോപ്പ് സെറ്റാണ്. അതായത് നമ്മൾ 12.5, 7.5, 5, ഇനി 2.5 കഴിഞ്ഞിട്ട് വെയിറ്റ് ഒന്നും ഇല്ലാതെ ചെയ്യും. ഓക്കെ പോട്ടെ. യെസ്. 6, 7, 8. യെസ്. 9. യെസ്. ഓക്കെ 2.5. നോ, ഇത് ഇനിയുണ്ടോ? ഇനിയുണ്ട്. എത്ര? 4 അതുപോലെ. ഓക്കെ, ആ ഒരു ഹാമർ കിറ്റ് പിടിക്കുക, എൽബോസ് നേരെ സൈഡിലേക്കാക്കാം. ഓക്കെ പോട്ടെ. യെസ്. പോട്ടെ. യെസ്. ഇപ്പോൾ കൂടുതൽ വയ്ക്കുള്ള പ്രശ്നമാണ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. സോ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഇതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. ആ ഒരു എൽബോ പൊക്കിയിട്ട് ആ ഒരു റിസ്റ്റ് ജസ്റ്റ് ട്വിസ്റ്റ് എടുത്താൽ മതി. മോർ ഫോക്കസ് നമുക്ക് ആ ഡെൽറ്റിന് ഫീൽ ചെയ്യാൻ കഴിയും. ഓക്കെ അവിടെ വെക്കട്ടെ. ഈ വെയിറ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് കൈ മാത്രം പൊക്കി വെക്കാം. യെസ്. 1. ട്രാപ്സ് താത്തട്ടെ. 3, 4. ഈ ലെവലിന് മാനിക്കും. 5. 6. മാക്സിമം നോക്കട്ടെ. 8. യെസ്. ഓക്കെ ഫ്ലെക്സ്. യെസ്. ചെസ്റ്റ് നോക്കുക. ഒടിന്ന് ബാക്കിൽ കഴിഞ്ഞിട്ട് ചെസ്റ്റ് പൊക്കിയിട്ട് ഷോൾഡർ ചെയ്യാം. അത് ബൈസെപ്സും ലാറ്റ്സും നമുക്ക് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഷോൾഡർ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. യെസ്. ഫീൽ. പെട്ടെന്ന് ഒരാൾ കാണുവാണെങ്കിൽ കൈയിട്ട് മാത്രം പൊക്കി ഇത്ര പാടുന്നത് വിചാരിക്കും.
നമ്മളത് പമ്പായി, Yeah. ഷോൾഡറിലായി. നമ്മൾ ട്രൈസെപ്സിന് നമുക്ക് ഓവർ ഹെഡ് കൊടുത്താണ്ട് വർക്കൗട്ട് ഫിനിഷ്. അടുത്ത് ട്രൈസെപ്സ് ലാസ്റ്റ് വർക്കൗട്ട്. സോ ട്രൈസെപ്സ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓവർ ഹെഡ് മൂവ്മെൻ്റ് ആണ്. കാരണം അതാണ് മെയിനായിട്ട് നമുക്ക് ആ ട്രൈസെപ്സിൻ്റെ ലോങ് ഹെഡ് ഫോക്കസ് ചെയ്യാൻ പറ്റുക. അത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഫീൽ കിട്ടും. അതേപോലെ തന്നെ മാക്സിമം നമുക്ക് ആ ട്രൈസെപ്സിൻ്റെ സൈസ് കൂട്ടാനും പറ്റും. അപ്പോൾ റോപ്പിൽ നമ്മൾ ചെയ്യാത്തക്കാൻ കാരണം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ലാസ്റ്റിക്ക് ചിലപ്പോൾ ഒരു ഫുള്ള് സ്ക്വീസ് കിട്ടൂല. അതായത് നമുക്ക് ആ ഒരു പിടിച്ചിങ്ങനെ നിൽക്കണോണ്ട് ഫുള്ള് ഇപ്പോൾ കൈ സ്ട്രൈറ്റ് ആയിക്കോളുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബാറാണ്. ബാറാകുമ്പോൾ നമുക്ക് അധികം ലോഡും കൊടുക്കാൻ പറ്റും, ഫുള്ളായിട്ട് സ്ക്വീസ് ചെയ്യാൻ കഴിയലുണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ ചിലർ താഴത്ത് ചെയ്യും, താഴത്തിനെടുത്ത് കാണാണ്ട് മേലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ എന്താണ് ചെയ്യും. അപ്പം ബാലൻസിൻ്റെ ഇഷ്യൂ വരും. കാരണം ഇതിന് ബാക്കിന് പുള്ളി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യൽ ഈ ലെവലിൽ സെറ്റ് ചെയ്യും, നമ്മളെ ഹെഡ് ലെവലിൽ. എന്നിട്ട് നമ്മളെ ബട്ടക്സ് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നിട്ട് ബോഡി ഫ്രണ്ട് ക്ലീൻ ചെയ്യും. ഓക്കെ, ഈ ലെവലിൽ നിന്നിട്ട് വേണം ചെയ്യാൻ. ഈ ലെവലിൽ നിന്നിട്ട് മാക്സിമം സ്ട്രെച്ച് കൊടുത്തിട്ട് ബാക്ക് പോകുമ്പോൾ സ്ട്രെച്ച് ഫ്രണ്ടിക്ക് കൈ സ്ട്രൈറ്റ് ആക്കാം, സ്ട്രെച്ച് സ്ട്രൈറ്റ് ആക്കാം. ബട്ടക്സ് ടച്ച് ചെയ്യാം, അതിന് സപ്പോർട്ട് ഇട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ബാലൻസിന് ഇഷ്യൂ വരില്ല. അതുപോലെ ബാക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, എൽബോസും പൊക്കിയിട്ട് ഇവിടെ വലിയുണ്ടോ ആ വലിവ് കിട്ടണം. ഓക്കെ, ആ ബോഡി വേണ്ടി ക്ലീൻ ചെയ്യാണ്ട്. ആ പോടെ കഴിയുക. പുഷ് യെസ്, പുഷ് യെസ്. കൂട്ടെ ഇങ്ങനെയുണ്ട് കറക്റ്റ്. ആ ഒരു കറക്റ്റ് ഫീൽ ചെയ്യാൻ കഴിയും. പുഷ് ചെയ്യാം, പുഷ് ആ പുഷ് പുഷ് പെർഫെക്റ്റ്. നമ്മുടെ വർക്കൗട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇറ്റ് വാസ് എ റിയലി വണ്ടർഫുൾ സെഷൻ. ഇപ്പോൾ ഒരിക്കലും മറക്കാത്ത സെഷനായി കാരണം കുറേ കാലം പഠിക്കാൻ പറ്റി. ഞാൻ വിചാരിച്ച കാര്യം തന്നെ, അതായത് ഓരോരുത്തർ മീറ്റ് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇന്നെക്കാട്ടിലും എത്ര എക്സ്പീരിയൻസ് കുറവിലായിരിക്കും കാരണം, പക്ഷെ അവർക്കും അവരുടെ ചില ട്രെയിനിങ്ങിൽ നിന്ന് അവർക്ക് ചില പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ. അപ്പം അതുവരെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇപ്പം ഞാനായാലും അലീനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു, പഠിച്ചു. അത് ഞാൻ എൻ്റെ മുന്നോട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. വി ഓൾ ഹാവ് എവറിത്തിങ് ടു ലേൺ ഫ്രം ഈച്ച് അതർ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വർക്കൗട്ട് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ പമ്പുമായി. യെസ് യെസ്. How is your review about the workout? So I am happy that I was able to teach something to Ali. പുതിയതായിട്ട് അലിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടെ വർക്കൗട്ട് വാസ് ആക്ച്വലി ഗുഡ്, ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു. വി ഹാഡ് ആൻ അമേസിങ് പുഷ് സെഷൻ. കാരണം പുഷിങ് മൂവ്മെൻറ്റ്സ് അത്യാവശ്യം എല്ലാം കവറായി. ദർസ് നത്തിങ് ലെഫ്റ്റ് എക്സെപ്റ്റ് ഫോർ നത്തിങ് ലെഫ്റ്റ് ആക്ച്വലി. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്കൗട്ടും കിടിലൻ, വൈബ് വാസ് കിടിലൻ. പിന്നെ ജിമ്മ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വണ്ണാറം ജിമ്മാണ്, പാലരോട്ട്. നല്ല സ്പേസ് ഉണ്ട്, മെഷീൻസ് അടിപൊളിയാണ്. അതുപോലെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്പേസ്, വാമ്പ് ചെയ്യാൻ വേറെ സ്പേസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് എടുത്ത വീഡിയോ അവിടെ നിന്നായിരുന്നു. പിന്നെ മേലെയും അത്യാവശ്യം നല്ല മെഷീൻസ് ഉണ്ട്. ഫുള്ള് മെഷീൻസ് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ലൈറ്റിംഗ് പെർഫെക്റ്റ്. ഇന്റീരിയർ ഹാസ് പ്രിറ്റി ഗുഡ് ജോബ്. ലൈറ്റിംഗ് കണ്ടിട്ടുണ്ടാവും, ലൈറ്റിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ്. എവിടുന്ന് ഫോട്ടോ എടുത്താൽ വീഡിയോ എടുത്താലും നല്ല അടിപൊളി വൈബ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഒരു വ്ളോഗ് ഇൻഫോർമേറ്റീവ് ആയിക്കാണെന്ന് വിചാരിക്കുന്നു. കാരണം കാലിസ്റ്റനിക്സിനെ കുറിച്ചും ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചും രണ്ടിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതേപോലെ രണ്ടും മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറേ കാലം പഠിച്ചെന്ന് വിചാരിക്കുന്നു, നമ്മൾ കുറേ പഠിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് മീ Ali Rocks and this is Nipun Fitness. So we are signing off. Bye bye.